എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തില് ലേഖനകർത്താവ് പറയുന്ന ചില ആഹ്വാനങ്ങളെ ധ്യാനത്തിനായിട്ട് എടുക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടുകൂടി കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. ലേഖനകർത്താവ് പല ആഹ്വാനങ്ങളാണ് നമുക്ക് നൽകുക. അതിൽ ഒരു ആഹ്വാനമാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ. അപ്പോൾ ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. ഒഴുകിപ്പോകാൻ ഈ എളിയ ദാസന് പലയിടങ്ങളിലായിട്ട് യാത്ര ചെയ്യുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഒത്തിരി പേര് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പിന്മാറിയെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അവർ പലരും ചർച്ചിൽ പോകുന്നില്ല. ചിലർ മറ്റു പലതിനോടും ഇഷ്ടമുള്ളവരായി. ത്രിയേകദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കൺഫ്യൂഷൻസ്, അങ്ങനെ പല 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 വിഷയങ്ങൾ ഇവർ പലർക്കും സംഭവിച്ചത്. ചിലരെയൊക്കെ വാച്ച് ചെയ്തതാണ്. നിരന്തരമായി ചിലരുടെ ഫേസ്ബുക്ക് ലൈവും മറ്റും കേട്ട് 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 ഇവരങ്ങ് കൺഫ്യൂസ്ഡായി. അപ്പം കേൾക്കേണ്ടത് പലരും കേട്ടില്ല. ഇവങ്ങനെയുള്ളവർ ഈ മറ്റ് വിരുദ്ധ ഉപദേശങ്ങളൊക്കെ ഉള്ളവർ ഭയങ്കര വിഗ്രസായിട്ടാണ്, ആക്റ്റീവാണ്. നമ്മളെക്കാട്ടിലൊക്കെ അവർ ആക്റ്റീവാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ പാസീവാണ്, പക്ഷെ അവർ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ വിദേശത്തൊരു എയർപോർട്ടിൽ ഇരിക്കുക റീസെൻ്റായിട്ട്. അപ്പോൾ എന്നെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി ചെക്കിലോട്ട് കയറുന്നിടം വരെ എൻ്റെ കൂടെ എന്നെ കയറ്റിവിടാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളോട് തന്ന ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കഫേയിൽ എയർപോർട്ടിൽ ഇരിക്കുക. ഒരു സഹോദരി അവിടെ ഇരുന്നുകൊണ്ട്, തീരെ ചെറുപ്പമല്ല, എന്നാൽ ഒരു മധ്യവയസ്കയായ സഹോദരി ഇടിച്ചു കയറി വർത്താനം പറഞ്ഞു. സാധാരണഗതിയിൽ അവരങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ആരുടെയും പ്രൈവസിയിലൊന്നും അനാവശ്യമായി ഇടപെടത്തില്ല. ഇവർ ഇടിച്ചു കയറി വർത്താനം പറഞ്ഞ് എവിടെ നിന്നാണെന്നെല്ലാം ചോദിച്ചിട്ട് അവരെ പരിചയപ്പെടുത്തി തുടങ്ങുകയാണ്. അവർ യഹോവ സാക്ഷികളാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ എൻ്റെ കൂടെ ഇന്നാൾ പറഞ്ഞു ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്. അപ്പോൾ അവർ ബ്രൂണായി എന്നുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പല പെന്തക്കോസ്ത് സഭകളിൽ പോയി സഹോദര, പക്ഷെ എന്ത് ചെയ്യാനാ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല പല സഭയിൽ പോയി. ഞാൻ പോയി ഇരുന്നിടത്ത് ആരും, അടുത്തിരുന്നവരാരും എന്നോട് മിണ്ടിയില്ല. നമ്മൾ പലയിടത്തും സംഭവിക്കുന്നൊരു കാര്യമാണ്. എന്നോടും മിണ്ടിയില്ല. എന്നാൽ യാദർച്ഛ്യമായി ഞാൻ ഇവരുടെ സഭയിൽ ചെന്നപ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ചു, എൻ്റെ വീട് സന്ദർശിച്ചു, എൻ്റെ അഡ്രസ്സ് മേടിച്ചു, എന്നെ ഫോളോ ചെയ്തു. അങ്ങനെ ഞാൻ ആ ഉദ്ദേശത്തിലായി. അപ്പോൾ അവിടെ നമ്മൾ ചെറുതായിപ്പോയി. സത്യമാണ്. പണ്ടൊക്കെ പറയായിരുന്നു, പണ്ടിടത്തും പോയിടത്ത് കിട്ടിയതൊന്നും ആരും മൈൻഡ് ചെയ്യായിരുന്നപ്പോൾ പെന്തക്കോസ്ത് സഭകളിൽ വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സഭയിൽ വന്നെന്നുള്ള സാക്ഷ്യം. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. അടുത്തിരിക്കുന്ന ആരോടും മിണ്ടുന്നില്ലെന്നുള്ള സങ്കടം. നമ്മുടെ ആ ഒരു കൾച്ചർ പോവുകയാണ്. നമ്മുടെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ആ കൾച്ചർ ഭയങ്കര സന്തോഷമുള്ള കൾച്ചറായിരുന്നു. ഞാൻ 2004 എൻ്റെ ഫാദറിന് ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പയുമായിട്ട് കേൾക്കത്തില്ലേ? ഞാൻ ശബ്ദം ഉയർത്തണം, അടുത്ത് വരണം. സ്റ്റാർട്ടിങ് ട്രബിളാണ്. നമ്മൾ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയത്തില്ല, അതിപ്പോഴും ഉണ്ട്. ഇച്ചിരി 5 മിനിറ്റ് കൊണ്ട് ഓക്കെയാ. എനിക്കിപ്പോഴും ആ പ്രശ്നമുണ്ട്. നിങ്ങൾക്കുണ്ടോ? ഇല്ലേ അമ്മ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് മതി, ഓക്കെയാ കേട്ടോ. അപ്പം സ്റ്റേജ് ഫിയർ ഉണ്ടോ? സമയം തരാം, 10 മിനിറ്റ്. അപ്പം എനിക്കിപ്പോഴും ആ പ്രശ്നം തുടങ്ങി. ഇച്ചിരി കഴിയുമ്പോൾ ഓക്കെയാവും. അപ്പം 2004 ഞാൻ എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ അപ്പയായിട്ട് താമസിക്കുമ്പോൾ ഈ അറ്റാക്ക് ഉണ്ടായിട്ട് കിടക്കുക. ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ ആ മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുക. ഒരു നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെ വരാന്തി നിൽക്കുക. അപ്പോൾ അപ്പുറത്ത് അങ്ങേ ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് ഒരു അമ്മ ഇറങ്ങി നിൽക്കും. നല്ലൊരമ്മ.
നല്ല ആഠ്യത്വമുള്ള സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് കുറിയൊക്കെ തൊട്ട ഒരു നല്ല ഒരു പ്രായമുള്ള ഒരു അമ്മ. ഈ അമ്മ എന്നോട് വർത്തമാനമൊക്കെ പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ റാന്നിക്കാരാണ്, ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നാ. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ ഒത്തിരി ബന്ധുക്കൾ ഈ എറണാകുളത്തുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, ഇവിടെ ഞങ്ങൾക്ക് ആരാ അറിയാമെന്ന് പറഞ്ഞു. എന്തു മനുഷ്യരെ ഇവിടെ കാണാൻ വന്നേ, അതൊക്കെ പിന്നെ ആരാ? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, അവരറിഞ്ഞും കേട്ടും ഒക്കെ വന്ന. ഈ അമ്മ എന്നെ നോക്കിയിട്ട് ചോദിച്ചു ഞാൻ ആരാന്ന് നിനക്കറിയാം? ഞാൻ പറഞ്ഞില്ലമ്മ, മുൻ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ് ഈ അമ്മ. മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ്. ഈ അമ്മ എന്നിട്ട് എടുത്ത് പറയും 2 ആഴ്ചയായിട്ട് ഇവിടെ കിടക്കുകയാണ്, ഞാൻ ഇന്നാടെ അനന്തരവള മോനെ, ഒറ്റ ഓർമ്മ എന്നെ കാണാൻ വന്നില്ല. എന്നിട്ട് എടുത്ത് വായി അമ്മ പറഞ്ഞു നിന്റെ വർഗം കൊള്ളാമല്ലോ എന്ന്. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി, ഈ വർഗം കൊള്ളാമെന്ന്. അങ്ങനെ ചോദിച്ചാൽ ഈ വർഗം കൊള്ളത്തില്ലേ? രണ്ടാമത് ഞാൻ എന്തുകൊണ്ടൊരു പാസ്റ്ററായിരിക്കുന്നെന്ന് ചോദിച്ചാൽ എനിക്കത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പാസ്റ്ററായി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പാസ്റ്ററായിരിക്കുന്നതിന് ഒത്തിരി തട്ട് കിട്ടും ഇല്ലേ? ശബ്ദം കുറഞ്ഞാൽ പ്രശ്നം, ശബ്ദം കൂടിയാൽ ഈ പാസ്റ്റർ അങ്ങ് അലക്കുക എന്ന് പറയും. അതും പറയത്തില്ലേ? ഇപ്പോഴത്തെ അല്ല, പറയത്തില്ലേ? സാധാരണ പൗരുഷനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഷാജിയമ്പോൾ പാസ്റ്റർ വരുമ്പം പിള്ളേർ പറയും ശോകം രൗദ്രം. ഷൈജൻ വന്നവിടെ വന്നായിരുന്നു, ഇങ്ങനെയാണ് പ്രസംഗിച്ചേ അല്ല. അപ്പം ഞങ്ങളുടെ പിള്ളേർ പറയുന്നത് ശോകം രൗദ്രം. ഇപ്പം ഇതൊക്കെ പറഞ്ഞാലും കുഴപ്പം, ഓർക്കം പഴിയാറുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ശാന്തമായിട്ടൊക്കെ പ്രസംഗിച്ചാൽ പറയും കൊള്ളാം, ബുദ്ധി എന്നാണ് ഒരു എന്തില്ല, അഭിഷേകയില്ല. എന്നാൽ നമ്മൾ വളരെ ശബ്ദത്തോടെ ഇന്ന് രാത്രിയിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തി, വേണ്ട കരങ്ങൾ ഉയർത്തിയാട്ടെ, പോരായാലോ ശബ്ദം ഉയർത്തി അഭിഷേകത്തോടെ ഉച്ചസ്വരത്തോടെ കരങ്ങൾ അടിച്ചെന്നൊക്കെ പറയാം. ഒരു ബഹളമാ, വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയും. പറയത്തില്ലേ? പറഞ്ഞിട്ടില്ലേ? പിന്നെ ഞാൻ നല്ലപോലെ ചിരിക്കുകയായിരുന്നു. ചിരിച്ചപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കണ്ടു, സ്ത്രീകളെ കാണുമ്പോൾ അവന് ചിരി കൂടുതലാണ്. ഞാൻ പിന്നെ വളരെ ഡീസൻ്റായി, പ്രൈസ് ദി ലോർഡ്. അപ്പം പറഞ്ഞു ഇവനിപ്പം ഭയങ്കര ഗമയാന്ന്. അപ്പം ചിരിച്ചാൽ കുറ്റം. ഈ കൊയറൊക്കെ ഈ പഴയ പാട്ടൊക്കെ പാടിയാൽ വലിയ കുഴപ്പം. കഷ്ടപ്പെട്ടാണ് ഒരു പുതിയ പാട്ട് പാടുന്നത്. എന്ത് പാടുപെട്ട ഒരു പുതിയ പാട്ട് പഠിക്കും, പുതിയ പാട്ട് പഠിച്ച് പാടും പറയും ആർക്കും അറിയാൻ വയ്യാത്ത ഒരു പാട്ടും കൊണ്ട് ഇവൻ പറയുക അന്നൊക്കെ ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്തുവായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ പാട്ടൊക്കെ എന്തുവാണ്. അപ്പം പഴയ പാട്ട് പാടിയ പ്രശ്നം, പുതിയ പാട്ട് പാടിയ പ്രശ്നം അല്ലേ? അപ്പോൾ എല്ലാത്തിനും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഗുണമുണ്ട്. ഞങ്ങളുടെ സഭയിലെ എല്ലാ വിശ്വാസികളും, കൊച്ചു പിള്ളേർ പോലും അപ്പായെ കാത്തോണേ, അമ്മയെ കാത്തോണേ, അച്ചാച്ചനെ കാത്തോണേ, കത്താവേ ഞങ്ങളുടെ പാസ്റ്റങ്ങളെ കാത്തോണേ. എല്ലാവരും ആരും ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇല്ലേ? പ്രാർത്ഥിക്കും. അതൊരു പ്രിവിലേജ് അല്ലേ? അപ്പം നമുക്ക് ഒത്തിരി നന്മകളുണ്ട്. ആ കൂട്ടത്തിൽ വലിയൊരു നന്മയായിരുന്നു നമ്മുടെ ആ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് ആ സഹോദരി ഞാൻ പറഞ്ഞു വന്നത്, അവരെടുത്ത് പിരിയുന്നതിന് മുമ്പ് അവർ നമ്പർ ചോദിക്കുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, എൻ്റെ കൂടെ ഇന്നവരുടെ എല്ലാം നമ്പർ. എനിക്ക് സത്യത്തിൽ പേടിയായി പോയി. 5-6 പ്രാവശ്യം വിളിക്കുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇവരെ കാണാൻ ഒക്കും. എന്താ കാര്യം ചോദിച്ചാൽ നമ്മളെന്ത് കഷ്ടപ്പെട്ട ഒരു മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്ത് കർത്താവെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഒരു നല്ല മെസ്സേജൊക്കെ ഇട്ട് അത് യൂട്യൂബിലൊക്കെ അപ്ലോഡൊക്കെ ചെയ്താൽ 1K 2K ഒരു 10K ഒക്കെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒരു ചീത്ത വിളിച്ചുകൊണ്ട് ചുമ്മാ ഒരു യൂട്യൂബ് ഒരു അപ്ലോഡ് ചെയ്തേ, ഒരുത്തൻ ചുമ്മാ അങ്ങ് പറഞ്ഞ മച്ചാനെ ഓക്കെ ഒരു കടി, ഒരു വട, ഒരു ഏതാണ്ടെല്ലാം പറഞ്ഞോളൂ. അത് എത്ര ലക്ഷം പേരാ കണ്ടേ? നമ്മൾ കഷ്ടപ്പെട്ട് പ്രസംഗിച്ച എത്ര പേര് കാണും? അപ്പൊ കേൾക്കേണ്ടത് പലതും എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ല. കേൾക്കരുതാത്തതെല്ലാം എന്ത് ചെയ്യും? ഈ കേട്ട് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഈ മത്തായി സുവിശേഷത്തിൽ കാണുന്ന കുറച്ച് വിധികളുണ്ട്. ആ വിധികൾ സഭ കടന്നു പോകേണ്ട വിധികളൊന്നല്ല, അർത്ഥത്തിലല്ല പറയുക. എന്നാൽ പോലും അത് വായിച്ചപ്പോൾ സത്യത്തിൽ അല്പം പേടിയൊക്കെ തോന്നി. പറയുകയാണ്, നിനവേക്കാർ എഴുന്നേറ്റിട്ട് ഈ തലമുറയെ ന്യായം വിധിക്കും. നിനവേക്കാർ എഴുന്നേറ്റിട്ട് ഈ തലമുറയെ ന്യായം, നിനവേക്കാർക്ക് നമ്മളെ ന്യായം വിധിക്കാൻ വന്ന, അല്ലെ അവരുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്ന അവർക്ക് നമ്മളെ ന്യായം വിധിക്കാനുള്ള റൈറ്റ് എന്താ? നിനവേക്കാരുടെ മുമ്പിൽ നമ്മളങ്ങ് പോയി നിന്നെന്ന് വെച്ചോ, അവർക്ക് നമ്മളെ ന്യായം വിധിക്കാൻ വന്ന അതിനുള്ള റൈറ്റ് എന്താ?
അവരൊറ്റ പ്രസംഗമേ കേട്ടുള്ളൂ. ആ ഒറ്റ പ്രസംഗത്തിൽ അവരെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. നമ്മൾ 21 ദിവസം എന്ത് കേട്ടു? പ്രസംഗം കേട്ടു. ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്ന ആരാ? പെന്തക്കോസ്തുകാരൻ. അപ്പൊ പെന്തക്കോസ്തുകാരെല്ലാം പോയി നിൽക്കേണ്ടി വരും ആരുടെ മുമ്പിൽ? എങ്ങാനും നിൽക്കേണ്ട വന്നെങ്കിൽ ഒറ്റ പ്രസംഗത്തിന്റെ മാനസാന്തരപ്പെട്ട അവര് പറയും, നിങ്ങൾ എത്രയും പ്രസംഗം കേട്ടില്ലേ, എന്താ പറയാനോ. അപ്പോൾ അതുകൊണ്ട് ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് 2-3 വിധികൾ അവിടെ കാണുന്നുണ്ട്. 2 തെക്കേ രാജ്ഞി എഴുന്നേറ്റിട്ട് ഈ തലമുറ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ആരാ തെക്കേ രാജ്ഞി? തെക്കേ രാജ്ഞി ആരാ? ശേബാരാജ്ഞിയാണ്. ശേബാരാജ്ഞി എഴുന്നേറ്റ് വന്ന് ഈ തലമുറയെ ന്യായം വിധിക്കും. ശേബാരാജ്ഞിയുടെ റൈറ്റ് എന്താ? നമ്മളെ വിധിക്കാൻ ശേബാരാജ്ഞിയുടെ റൈറ്റ് എന്താ? ശേബാരാജ്ഞി എന്തന്വേഷിച്ചു പോയി? ഞാനും അന്വേഷിച്ചു പോയി. ഒത്തിരി യാത്ര ചെയ്താ ഗൂഗിൾ എടുത്തിട്ട് ശേബായുടെ രാജ്യവും ഈ ശലോമനും തമ്മിലുള്ള ദൂരം നോക്കിയാൽ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ കയറി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് എന്തന്വേഷിച്ച? ഞാനും അന്വേഷിച്ച് വന്ന ശേബാരാജ്ഞി നമ്മളെ ന്യായം വിധിച്ചാൽ അതിനുള്ള റൈറ്റ് എന്തായിരിക്കും? ഈ എളിയ ദാസന് പലയിടത്തും താമസിച്ചിട്ടുമ്പോൾ ചില വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ ലേമൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ വിശ്വാസ സമൂഹത്തിന്റെ വീടുകളിൽ പോലും ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട്. അവിടെ ഷോക്കേസിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ ഞങ്ങൾ തിയോളജി സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ കൊതിയോടെ കണ്ടിട്ടുള്ള, മേടിക്കണം എന്ന് ആഗ്രഹിച്ച, പൈസ ഇല്ലാഞ്ഞോണ്ട് മേടിക്കാനൊക്കാതെ പോയ നല്ല നല്ല ഡിക്ഷണറികള്, കമൻട്രികളൊക്കെ ഇങ്ങനെ ഇരിക്കുക. NIV സ്റ്റഡി ബൈബിള്, ലൈഫ് ആപ്ലിക്കേഷൻ, ഡേക്സ് ബൈബിള്, ദാനിയേൽ പൂർവാപര പഠന ബൈബിൾ. ആ പുസ്തകം എല്ലാം എന്നോട് പറഞ്ഞു, പാസ്റ്റർ പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ട് പോകും, എന്നെ ഒന്ന് തുറന്നു നോക്കാൻ. പക്ഷെ ഈ ബൈബിൾ അവിടെ ഇരിക്കുകയല്ല. 2 കാര്യങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ എന്നോട് സംസാരിക്കാറുണ്ട്. ഒന്ന്, ഷോക്കേസിൽ ഇരിക്കുന്ന നല്ല പാത്രമാണ്. ആ പാത്രം എന്നോട് പറയും, എന്നെ ഇതുവരെയും തൊട്ടിട്ടില്ല, ഒന്നും ഉപയോഗിച്ചിട്ട് പോവുക, ഇവരാരും എന്നെ ഉപയോഗിക്കത്തില്ല. 2 പറയുന്നത് ആരാ? പുസ്തകങ്ങളാണ്. അപ്പം പുസ്തകമെല്ലാം ഇത്രയും ഉണ്ടായിട്ടും പുസ്തകവും വായിക്കാത്തവരെ എല്ലാം വിധിക്കാൻ ആര് വരും? ശേബാരാജ്ഞി വരും. 3-മതൊരു കൂട്ടര് വരും, 12 അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം വിധിക്കും. അയ്യോ, അത് ഭയങ്കര പേടിക്കണ്ട. 12 അപ്പോസ്തലന്മാർ ന്യായം വിധിക്കാൻ ഇരുന്ന കേരള ക്രൈസ്തവ നസ്രാണി സമൂഹം ആ വിധിയുടെ മുമ്പിൽ ചെന്നെങ്കിൽ പൗലോസ് പറയും എൻ്റെ അടുക്ക വേണ്ട, പത്രോസ് പറയും അങ്ങോട്ട് പൊക്കോളെ. ഓരോരുത്തരും തട്ടി വിടും. അവസാനം എവിടെ ചെല്ലും? ഏത് അപ്പോസ്തലന്റെ മുമ്പിലായിരിക്കും കേരളക്കാർ ചെല്ലുക? തോമസിന്റെ അടുക്കലായിരിക്കും. തോമസിന്റെ അടുക്കൽ ചെല്ലാനുള്ള റൈറ്റ് എന്താ? ഇന്ത്യയിൽ, കേരളത്തിൽ വന്നു ആര്? സെന്റ് തോമസ്. അൺറിട്ടൺ ബട്ട് വെരി സ്ട്രോങ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷനാണ് സെന്റ് തോമസ് എവിടെ വന്നു എന്നുള്ളത്, ഇന്ത്യയിൽ വന്നുള്ളൂ. സ്ട്രോങ് ട്രഡീഷനാണ്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ വളരെ പ്രഖ്യാപിതമായ ഒരു വലിയ വിശ്വാസമാണ് സെന്റ് തോമസ്. നമ്മുടെ ഒരു പൈതൃകമാണ്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പൈതൃകമാണ്. സെന്റ് തോമസ് കേരളത്തിൽ വന്നു. വിശ്വസനീയമായ ഒത്തിരി തെളിവുകൾ അതിനുണ്ട്. അപ്പോൾ ലോകത്ത് ആദ്യം പള്ളി സ്ഥാപിച്ചത് കേരളത്തിലാണ്. സെന്റ് തോമസ് വന്നു. എത്ര പള്ളി സ്ഥാപിച്ചു? കേട്ടിട്ടില്ലേ? 7 പള്ളികള് സ്ഥാപിച്ചു. അതിലൊന്ന് എന്നെ അത്ഭുതപ്പെടുത്തുക, ഞങ്ങളുടെ റാന്നിയിലായിരുന്നു, നിലയ്ക്കല്. ഇത് ലൈവ് പോവാണോ അതോ സൂമാണോ? ലൈവാണ്. ഓക്കെ. 1983 ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായി ചർച്ചകളും അതിന്റെ അനുരഞ്ജനങ്ങളും ഒക്കെ നടന്ന് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും ഹൈന്ദവ നേതാക്കന്മാരും എല്ലാം കൂടെ ഉണ്ടായ ചർച്ചയിൽ സമാധാനപരവും രമ്യവുമായ ഒരു പരിഹാരമായിരുന്നു നിലയ്ക്കലേക്ക് അല്പം മാറ്റി കുരിശ് സ്ഥാപിച്ചത്. അങ്ങനെ വലിയ ആഘോഷത്തോടെ, എനിക്കത് ഓർമ്മയുണ്ട്, വലിയ ആഘോഷത്തോടെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്ന് ഒരു വലിയ കുരിശൊക്കെ കൊണ്ടുവന്ന് നിലയ്ക്കൽ സ്ഥാപിച്ചു. നിലയ്ക്കൽ ഇപ്പോഴും ഒരു എക്യൂമെനിക്കൽ ക്യാമ്പ് സെന്റർ ഉണ്ട്. കോട്ടയം PYPയുടെ ഒരു ക്യാമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്നതാണ്. അപ്പോൾ എക്യൂമെനിക്കൽ സെന്ററാണ് നിലയ്ക്കൽ. ഇന്നും അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നും അവിടെ ആനയുണ്ട്. നിലയ്ക്കല് ആ ക്യാമ്പ് സെന്ററിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ബദനി അച്ഛൻ, താടിയൊക്കെ ഉള്ള ഒരു അച്ഛൻ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ആന ഇറങ്ങി വരുമ്പോൾ അവിടെ എന്നിട്ട് വിളിക്കും, അപ്പുവേ പോടാ, അമ്മുവേ പോടാ. അച്ഛൻ എല്ലാ ആനയ്ക്കും പേരിട്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ ആനയെ പേരിട്ട് വിളിക്കുന്ന ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാം കയറിപ്പോവും. എനിവേ അവിടെ ഇന്നും ആര് വരും? ആന വരും. നിലയ്ക്കലെ ക്യാമ്പ് കിടക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി വരിക. അപ്പൊ എൻ്റെ കൂടെ പാസ്റ്റർ വിജയകുമാർ ജീപ്പ് ഓടിക്കുക, പൗരുഷനൊക്കെ ഉള്ള വിജയകുമാർ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ മോനെ താഴെ ആന കാണും. അപ്പൊ എൻ്റെ പിള്ളേരവരെ ഞാൻ പറഞ്ഞു, അച്ഛൻ വണ്ടി ഓടിക്കാം. വേണ്ട അച്ഛാ,
ഞാൻ പറഞ്ഞാൽ ആന വന്നാൽ ബോണടിക്കാതിരുന്നാൽ മതി, ലൈറ്റ് ഡിമ്മും ബ്രൈറ്റ് വിടരുത്, ശാന്തമായിട്ട് അങ്ങ് നിന്നാൽ മതി. ആന നേരെ വരികയാണെങ്കിൽ പതുക്കെ റിവേഴ്സ് എടുത്ത് കൊടുക്കുമ്പോൾ ആനത്താര വരുമ്പോൾ ആന അങ്ങ് ഇറങ്ങിപ്പോക്കോളും. അത്രയേ ഉള്ളൂ. ഉള്ളല്ലോ? ഓക്കെ. ഇറങ്ങിച്ചെന്നപ്പോൾ ആന വണ്ടി ഓഫായിപ്പോയി. ഇറങ്ങിച്ചെന്നപ്പോൾ ആന വണ്ടി ഓഫായിപ്പോയി, ഗിയർ ഇടിച്ചു, വണ്ടി നിന്ന്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത ആനയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇന്നും അവിടെ എന്തുകൊണ്ട്? ആനയുണ്ട്. ഇന്നും ആനയുള്ള എൻ്റെ നാട്ടിൽ 2000 വർഷം മുമ്പ് വന്ന സെന്റ് തോമസ് എന്നെ വിധിക്കാൻ വന്ന പാർക്കിംഗ് ഇച്ചിരി ദൂരെ കിട്ടിയോണ്ട് തിരിച്ചു പോയവർ എൻ്റെ ചർച്ചയിലുണ്ട്. ഏതാ പാർക്കിംഗ് അടുത്ത് കിട്ടാഞ്ഞപ്പം എൻ്റെ വണ്ടി അവിടെ ഇട്ടില്ലെന്ന് ഞാൻ വീട്ടിൽ പോവാം. ഇച്ചിരി ദൂരെ പാർക്കിംഗ് കിട്ടിയവര് പോകുന്നു. ഇപ്പം പലരും വരുന്നില്ല. എന്തോ രാവിയാ അങ്ങ് ചൂട് കൊണ്ട് വരാത്തവരും മഴ കൊണ്ട് വരാത്തവരും പാർക്കിംഗ് കുറവുള്ളതുകൊണ്ട് വരാത്തവരെ എല്ലാം വിധിക്കാൻ ആര് വരും? എന്താ പറയാൻ? 2000 വർഷം മുമ്പ് ആനക്കട്ടി ഞാൻ വന്ന അവരുടെ മുമ്പിൽ പോയി നിൽക്കാനൊക്കില്ല. പിന്നൊരു കൂട്ടർ വരും, നിങ്ങൾ കണ്ടിട്ടും നാം കണ്ടിട്ടും കാണാതെ പോയ ചെറിയവര്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിന് 6 ചോദ്യങ്ങൾ. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. അപ്പൊ ഇതിനകത്തൊരു ചോദ്യമാണ്, നിനവേക്കാരും തെക്കരാജ്ഞിയും ഒക്കെ വരിക. എന്താ? ജ്ഞാനം അന്വേഷിച്ച് പോയവളും പിന്നെ ഒറ്റ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടവരും. അതുകൊണ്ട് തന്നെയാണ് പറയുക, നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഒന്ന്, കരുതിക്കൊള്ളണം. കേൾക്കണമെങ്കിൽ അയക്കണം, പ്രസംഗിക്കണം, കേൾക്കണം. കേൾക്കേണ്ടതേ എന്ത് ചെയ്യാവൂ? കേൾക്കാവൂ. കേൾക്കേണ്ടതേ കേൾക്കണം. 2, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇനി രണ്ടാമത്തെ ഒരു ആഹ്വാനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. 2-ാമത്തെ ആഹ്വാനം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അത് തന്നെ 12-ാം അധ്യായത്തിലുണ്ട്. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും പെട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെയോണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. 3-ാം അധ്യായത്തിൽ കാണുന്നു, ശ്രദ്ധിച്ചു നോക്കണം. 12-ാം അധ്യായത്തിൽ പറയുന്നു യേശുവിനെ നോക്കണം. ഇനിയും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, അതുകൊണ്ട് അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ഉള്ളത് കൊണ്ട് അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? ഭയപ്പെടണം. നമുക്ക് സ്വസ്ഥതയിലേക്ക്, അവിടുത്തെ ആ റെസ്റ്റിലേക്ക്, അവിടുത്തെ ആ ഇറ്റേണൽ പീസിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തമുണ്ട്. പക്ഷെ അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ആ ഭയം ഒരു നെഗറ്റീവ് ഭയമല്ല. പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒന്നാണ് ക്രിസ്തീയ ജീവിതം. വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ക്രിസ്തീയ ജീവിതം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. ഭയത്തോടെ കഴിക്കണം. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ പറയുകയാണ്, അതുകൊണ്ട് നാം ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കണം. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പം അടുത്ത ഒരു ആഹ്വാനത്തെ കാണുകയാണ്. 10-ാം അധ്യായത്തിന്റെ 23, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ. 24 ചിലർ, അച്ഛാ ഒന്ന് വായിച്ചേ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഉണ്ടോ? ഇല്ല. ഉപേക്ഷിക്കാതെ അത് തുടരുകയാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം ചെയ്യണം. ഏത് അധികം ചെയ്യണം? ഏത്? സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഈ പട്ടത്തെ സഭകൾ ഇന്ന് ഒത്തിരി വില കൊടുത്താണ് പെന്തക്കോസ്ത് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. പട്ടത്തെ സഭകളൊക്കെ വിട്ട് പള്ളിമേട വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ. ആദ്യമായിട്ട് കനാന യാക്കോബായ സഭയിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ അറിവിൽ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ നടപടി എടുത്ത് കൽപ്പന വായിച്ച് ലംഘിച്ച ഒരു കുടുംബം ഞങ്ങളുടെ വീടാണ്. ഞാനത് വളരെ ആ ഒരു
ഏറ്റവും ചെറിയ പ്രായത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്തൊരു സമയത്ത്. അപ്പോൾ അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി വരുമ്പോൾ സമൂഹത്തിൻ്റെ വിശ്വാസ സമൂഹത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 7 സഹോദരിമാരാണ്. അമ്മ 3ാമത്തെയാണ്. അത് കഴിഞ്ഞ് 4 സഹോദരിമാരുടെ വിവാഹം നടന്നു. അവിടെ എല്ലാ ഫംഗ്ഷനും ഒന്നിനു പോലും കൂടാൻ ഒത്തില്ല. ഒറ്റ കാര്യം കൊണ്ടാണ് എല്ലാം വെക്കുന്നത് ഞായറാഴ്ച രാവിലെ വെക്കത്തുള്ളൂ. ഒറ്റ പരിപാടിക്ക് എൻ്റെ അമ്മ കൂടിയിട്ടില്ല. ഒറ്റ കല്യാണത്തിന് പോയിട്ടില്ല. ഒറ്റ കാര്യ, അവരെല്ലാം ഞായറാഴ്ച രാവിലെ. ഇപ്പം വ്യത്യാസങ്ങൾ വന്നു. ഞായറാഴ്ച കല്യാണം വെച്ചുകൊണ്ട് നമ്മൾ ആരാധന മുടക്കി എന്ത് ചെയ്യത്തില്ല? സ്വന്തം കൂടപ്പിറപ്പിന്റെ കല്യാണത്തിന് കൂടിയിട്ടില്ല. ഇന്ന് കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടെങ്കിലും ആരാധന മുടക്കും. ആരാധന മുടക്കണം. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കണ്ട, ഒരു പെൺകുട്ടിയോട് എന്നാ മോളെ ഇപ്പൊ യോഗത്തിന് വരാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊച്ചിന് 1.5 വയസ്സേ ആയുള്ളൂ. അപ്പൊ എൻ്റെ അമ്മ അവളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാൻ ജനിച്ചപ്പോൾ 56 കഴിയുന്നതിന് മുമ്പ് അമ്മ വീട്ടിൽ നിന്ന് വാരി എടുത്തുകൊണ്ട് എന്നെ യോഗത്തിന് വരുവാൻ. ഒരു വട്ടം വള്ളത്തെ കയറാൻ വേണ്ടി വെള്ളം കൂടിയപ്പോൾ റോഡിൽ കൂടെ വള്ളത്തെ വന്നപ്പോൾ വള്ളക്കാരൻ കയറ്റിയില്ല കൊച്ചിനെയും കൊണ്ട്. അതൊഴിച്ച ഒരു സഭായോഗവും മുടക്കിയിട്ടില്ല. സഭായോഗം മുടക്കാത്തൊരു സമൂഹമായിരുന്നു. സത്യമല്ലേ? ഇന്ന് സഭായോഗം മുടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല സഭായോഗം മുടക്കണം. ഞങ്ങളെല്ലാം ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ ലിസ്റ്റ് എടുക്കും, ആരാ വരാത്തത്. എല്ലൊക്കെ വിളിച്ചു വരുമ്പോൾ വന്നില്ലെന്നേ ഉള്ളെന്നേ, പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലാതെ മുടക്കുക. എന്നോട് പിണങ്ങരുത്, പക്ഷേ ഇതിനകത്ത് ഒരു സത്യമുണ്ട്. എല്ലാവരുടെയും കാര്യത്തിലാണെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ഒത്തിരി മക്കള് ഇംഗ്ലീഷ് ചർച്ച് പ്രിഫർ ചെയ്യാറുണ്ട്, ബന്ധം. പക്ഷെ പലരുടെയും പ്രശ്നം ഭാഷയല്ല കേട്ടോ. നല്ലപോലെ മലയാളം അറിയാവുന്ന പലരും ഇംഗ്ലീഷ് ചർച്ച് പ്രിഫർ ചെയ്ത് ഭാഷ കൊണ്ട് മാത്രമല്ല, മലയാളം ചർച്ച് വന്നില്ലെങ്കിൽ എന്താന്ന് തിരക്കും. 2 ആഴ്ച വന്നില്ലേ തിരക്കും. മറ്റേടത്ത് അങ്ങനെ തിരക്കി ഒരു പാസ്റ്ററുടെ നേരെ ഒരു പെൺകുട്ടി തട്ടിക്കറിയപ്പം കരഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ പ്രൈവസിയിൽ ഇടപെടരുത്. അപ്പോൾ അവരുടെ ആംഗളെ മറ്റൊരു രാജ്യത്ത് നിന്ന് വിളിച്ചത്, എൻ്റെ പെങ്ങള് വരുവോ വരാതിരിക്കും, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഹെയർ മാറ്റർ. താൻ എന്തിനാ എൻ്റെ പെങ്ങളെ ഫോൺ ചെയ്തെന്ന് പാസ്റ്റർ തിരക്കണ്ടേ? ഞാനിതൊരു സഹോദരി ചോദിച്ചപ്പം ആ സഹോദരി എന്നോട് തിരിച്ചു ചോദിച്ചാൽ, നിങ്ങളുടെ സഭയിൽ വന്നപ്പോൾ 100 രൂപ പത്രത്തിൽ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, എല്ലാ ആഴ്ചയിലും വന്നോളാം. നമ്മൾ തിരക്കാനൊക്കെ തിരക്കാതിരിക്കാനൊക്കെ. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രൈവസി ഇന്റർഫിയർ ചെയ്യുന്ന നിയമം കൂടെ വന്നാൽ എന്തോ ചെയ്യും? വരേണ്ടവർ വരിക, വരണ്ടാത്തവർ വരണ്ട, തിരക്കണ്ട. വരണമെന്ന് എന്തെങ്കിലും റീസൺ വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് അറിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ചെയ്യും? നോക്കിക്കോ, അതൊക്കെ വരും. സഭായോഗങ്ങളെ മുടക്കാൻ ഒരു മടിയില്ലാത്ത ലോകത്ത് നാളെടുക്കുന്നു എന്ന് തോന്നും തോറും അധികമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കൂട്ടായ്മകൾ അധികം ചെയ്യണം. കൂട്ടായ്മ അത് സഭായോഗം മാത്രമല്ല, എല്ലാ കൂട്ടായ്മയും. ഈ എളിയ ദാസൻ പൗരോഷനിൽ സാധാരണ അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്ന എളിയവനാണ്. ഞാനൊരിക്കൽ വേദന കൊണ്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്തു. കാരണം ഞാനൊരു വാർത്ത കേട്ടു, ഒരു പാസ്റ്ററും ഒരു കുടുംബമായിട്ട് പ്രയാസം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, ഇനി ഈ പാസ്റ്റർ മാറിപ്പോയിട്ടേ ഞാൻ യോഗത്തിന് വരുന്നുള്ളൂ, അതുവരെ വീട്ടിലെ സഭായോഗം കണ്ടോളാം. ഞാൻ അടുത്ത ആഴ്ച അനൗൺസ് ചെയ്തു, പാസ്റ്ററോട് മുടങ്ങി വീട്ടിലെ സഭായോഗം പൊന്നം വെച്ച് കണ്ടോണ്ടിരിക്കല്ലേ, അത് കണ്ടാൽ ഇത് മുടിഞ്ഞു പോകും. നിങ്ങൾ പാസ്റ്ററോട് പിണങ്ങി വീട്ടിലെ സഭായോഗം കണ്ട് കൂട്ടായ്മയ്ക്ക് പോകാതിരുന്ന പൗരുഷം ഇല്ലാതാകും. വയ്യാത്തവരൊക്കെ കാണട്ടെ, കൂട്ടായ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഒന്നും. നാളെടുക്കുന്നു എന്ന് കാണും തോറും അധികമായി ചെയ്യേണ്ട ഒന്നുണ്ട്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കും. കരം ഉയർത്തി സ്തുതിച്ചേ. ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് ക്ലീൻ ചെയ്യാനൊക്കാത്ത ഒരു കാര്യം, ഒരു ന്യൂജൻ എന്ന് നമ്മൾ പറയുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട വളരെ ധനാഢ്യരായ അതിലെ ആയിരക്കണക്കിന് സ്റ്റാഫുള്ള ഒരു ഫാക്ടറി ഫേം നടത്തുന്ന ഒരു മനുഷ്യൻ തൻ്റെ മകളുടെ കല്യാണത്തിന് സാക്ഷ്യം പറയുക. ഡോക്ടറാണ് അവള്. ആ അപ്പൻ എഴുന്നേറ്റ് പറയുകയാണ്, എൻ്റെ മോള് ഇന്നടത്ത് ഇന്ന അയൽ സംസ്ഥാനത്താണ്, ഇന്നടത്താണ്, ഇന്ന കോളേജിലാണ് മെഡിസിൻ പഠിച്ചത്. ഞാൻ അവളെ ചെന്നാക്കിയപ്പോൾ ഒരു സഭയിൽ ആക്കി, ഒരു വലിയ സഭയിൽ ചെന്നു. അതിന് ശേഷം ഒരു പാവം പിടിച്ചൊരു ദേവദാസന്റെ ഒരു കൊച്ചു സഭയിൽ പങ്കുചേർന്നു. സാക്ഷ്യത്തോടെ പറയുക, 6 വർഷം ആ കുട്ടി അവിടെ പഠിച്ചു, ഒറ്റ സഭായോഗം മുടക്കിയിട്ടില്ല. 6 വർഷം മംഗലാപുരത്ത് പഠിച്ച ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് അപ്പൻ സാക്ഷ്യം പറയുന്നു, എൻ്റെ മോൾ പഠിക്കാൻ പോയിടത്ത് ഒരു സഭായോഗം 6 വർഷത്തിനിടയ്ക്ക് മുടക്കിയിട്ടില്ല. ഞാൻ അവിടെ ചെറുതായിപ്പോയി, കാരണം എനിക്കത് ക്ലെയിം ചെയ്യാൻ ഒക്കും തോന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളടുക്കുന്നു എന്ന് തോന്നോറും
അധികമായി ചെയ്യേണ്ട ഒന്നുണ്ട്. സഭായങ്ങളെ ചിലർ ചെയ്യുന്നത് പോലെ ഉപേക്ഷയായി വിചാരിക്കും. എൻ്റെ പൊന്നോമന മക്കളോട് പറയട്ടെ, എവിടെ പഠിക്കാൻ പോയാലും ഏത് രാജ്യത്ത് പോയാലും ആദ്യം തീരുമാനിക്കേണ്ടത്, ഞായറാഴ്ച ആരാധന മുടക്കേണ്ട ജോലി ഉള്ളത് കൊണ്ട് നല്ല ശമ്പളമുള്ള ജോലി കളഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ശമ്പളമുള്ള ജോലി കളഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻട്രൻസ് കോച്ചിങ്ങിന് ഞായറാഴ്ച ആയതുകൊണ്ട് പോകാതിഞ്ഞിട്ടും ഒരു കോച്ചിങ് ഇല്ലാതെ എൻട്രൻസ് കിട്ടിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞായറാഴ്ച മുടക്കി കോച്ചിങ്ങിന് പോയിട്ട് തോറ്റുപോയവരെയും കണ്ടിട്ടുണ്ട്. ഏറ്റവും വലുത് സഭായോഗമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. വിശ്വാസ സമൂഹത്തിന്റെ ഐഡന്റിറ്റി അതാണ്. നമ്മൾ യോഗം മുടക്കുന്നവരല്ല, അധികം ചെയ്യുന്നവരാണ്. സഭായോഗം, എല്ലാവരും ഉറക്കെ പറഞ്ഞേ, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. 2, നാളെടുക്കുന്നു എന്ന് താന്തോറും അതെന്ത് ചെയ്യണം? അധികം ചെയ്യണം. കൂട്ടായ്മകൾ എങ്ങനെ വരണം? സഭായോഗത്തിന് കഴിവതും നേരത്തെ വരണം. ഒരു സഭായോഗം അല്ലെ ഒരു കൂട്ടായ്മ അനുഗ്രഹമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? ഒരു കൂട്ടായ്മ കഴിഞ്ഞാൽ ആ കൂട്ടായ്മ നിങ്ങൾക്കോ അന്നത്തെ കൂട്ടായ്മ അനുഗ്രഹമാണെന്നുള്ളതിൻ്റെ തെളിവെന്താ? ഒരു നല്ല സഭയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, യോഗം കഴിഞ്ഞിട്ട് ഓടിപ്പോകാതെ കുറച്ചുപേർ അവിടെ നിന്നെങ്കിൽ ആ സഭ നല്ല സഭയാണ്. യോഗം കഴിഞ്ഞിട്ട് ഉടനെ ഓടിപ്പോകാതെ അവിടെ നിന്ന് എല്ലാവരും വർത്തമാനം പറഞ്ഞ അതിൻ്റെ അർത്ഥം യോഗം അനുഗ്രഹമായിരുന്നു. യോഗം കഴിയുന്നതിന് മുമ്പ് ഓടിപ്പോകയാൽ ഓർത്തോണേ, യോഗം അനുഗ്രഹമല്ലായിരുന്നു. യോഗം അങ്ങോട്ട് തീരുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് ഏതാണ്ട് വന്നപ്പോൾ ഇച്ചിരി നീണ്ടുപോയപ്പോഴേ അച്ചായൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അമ്മമ്മയെ കണ്ണ് കാണിച്ച് വരുന്നുണ്ട്. ഏതായാലും അമ്മമ്മ മിടിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു, അച്ചായൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞു. അച്ചായൻ തൻ്റെ കൈനറ്റിക് കൊണ്ടാ എടുത്ത് ധൃതി വെച്ച് അങ്ങോട്ട് പോവുകയും റോഡിലോട്ട് ഇറങ്ങുകയും. സൂപ്പർ ഫാസ്റ്റ് വരുമായിരുന്നു. സൂപ്പർ ഫാസ്റ്റിലെ ഡ്രൈവർക്ക് അറിയത്തില്ലായിരുന്നു അച്ചായൻ ഇത്രയും ധൃതിയാണ്. ഏതായാലും മരിച്ചില്ല, 2 കാലും ഒടിഞ്ഞു, ആശുപത്രി കിടക്കുക. പാസ്റ്റർ കാണാൻ ചെന്നപ്പം ചോദിച്ചു, എന്തിനാ അച്ഛാ ധൃതി വെച്ച് ഓടിപ്പോയത്? അച്ചായൻ പറഞ്ഞെന്ന്, ശവത്തെ കുത്തല്ലേ പാസ്റ്റർ, ശവത്തെ കുത്തല്ലേ. അപ്പം ധൃതി വെച്ച് പോകരുത്. 1, 2, എനിക്ക് ധൃതി വെച്ച് പോകുന്നവരുടെ ധൃതി ഉണ്ടെങ്കിൽ പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ ചില പ്രാസംഗികരെ ഞാൻ കാണാറുണ്ട്, യോഗം കാണും ആരാധിക്കാമെന്ന് പറഞ്ഞ് കണ്ണടച്ച് എഴുന്നേക്കുമ്പോൾ ഇവരെ കാണത്തില്ല. ഇവരങ്ങ് പോവാ. എവിടെ പോവാ ഇവര്? ഇത്ര ധൃതി വെച്ച് എവിടെ പോവാ? അല്ല പിന്നെ ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് വേറെ വല്ല പണി നോക്കണം. കണ്ണടച്ച് പ്രാർത്ഥിക്കാം, ആരാധിച്ചോ എഴുന്നേറ്റോ, പുള്ളി പോവുക. എവിടെ പോവാ? അവിടെ ചിലപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാമെന്ന് എന്തോ ചെയ്യും? നമ്മളെ കർത്താവ് വിളിച്ചേക്കുന്നത് മനുഷ്യനോടും ദൈവത്തോടും ഉള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യരോട് കൂട്ടായ്മയുണ്ട്, ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് പറയട്ടെ, നാളെടുക്കുന്നു എന്ന് കാണും തോറും അധികമായി ചെയ്യേണ്ട ഒന്നാണ് കൂട്ടായ്മ. കരമുയർത്തി പ്രാർത്ഥിച്ചേ. നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഒരുങ്ങി വരണം. നമ്മുടെ സഭായോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ. നാളെടുക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യണം. അതെന്ത് ചെയ്യണം? അധികമായി ചെയ്യണം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ്, 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഒത്തിരി ആഹ്വാനങ്ങളുണ്ട്. അതിഥി സൽക്കാരം മറക്കരുത്, സഹോദരപ്രീതി നിലനിൽക്കണം, അല്ലേ? ഇനിയും 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തോട്ട് വരുമ്പോൾ കാണുന്നു, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം. അവർ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അത് അവർ ഒരിക്കലും ഞരങ്ങിക്കൊണ്ട് ചെയ്യാൻ എന്താകരുത്? ഇടയാകരുത്. അവർ സന്തോഷത്തോടെ ചെയ്യണം. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. എന്ത് കൃത്യമായിട്ടാ കാര്യങ്ങൾ പറയുക. അവർ ഞരങ്ങിക്കൊണ്ട് ചെയ്യരുത്, സന്തോഷത്തോടെ ചെയ്യണം. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് എന്തല്ല? നന്നല്ല. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഞരക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാലക്രമത്തിൽ, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, നാം മുഖാന്തരം ഒരിക്കലും ഒരു ഞരക്കം ഉണ്ടാകാൻ ഇടയാകല്ല. നാം മുഖാന്തരം ഉണ്ടാകരുത്, ഞരക്കം ഉണ്ടാകാൻ ഇടയാകരുത്, ഞരങ്ങാനിടയാകരുത്. ചിലപ്പം നമ്മൾ എടുത്തടിക്കും മറുപടിയൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഞരക്കുണ്ട്. ആ ഞരക്കം നമ്മുടെ ജയമല്ല, നമ്മുടെ പരാജയമാണ്. അതുകൊണ്ട് അവർ ഒരിക്കലും എന്ത് ചെയ്യാൻ ഇടയാകരുത്? ഞരങ്ങിയാൻ ഇടയാകരുത്. ഇനി നമുക്ക്
മടങ്ങി വരാം. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നമ്മുടെ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശു കർത്താവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ആ വാക്യത്തിൽ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. യേശു കർത്താവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച്. എല്ലാവരും പറഞ്ഞേ, യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഞാനിങ്ങനെ കർത്താവിനെ ശ്രദ്ധിച്ച്, നമ്മൾ ഇന്ന് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ട് ആൾക്കാർ. ഞാനും ഇടയ്ക്ക് പോയിട്ടൊക്കെ ഉണ്ട് മോട്ടിവേഷൻ എടുക്കാൻ. സത്യത്തിൽ ഏറ്റവും വലിയ ഈ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ അവര് കഥകളൊക്കെ പറയും. ശരിക്കും പ്രിപ്പറേഷൻ വേണം ഈ മോട്ടിവേഷൻ ക്ലാസ്സസിന്. ഒന്നാമത്തെ കാര്യം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവരും കേൾക്കും. അതുകൊണ്ട് പുതിയ പുതിയ കഥകൾ, പുതിയ പുതിയ സംഭവം. അപ്പോൾ ഓരോന്നിൻ്റെ അനുസരിച്ചാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അവര് യേശുദാസിന്റെ കഥ പറയും. യേശുദാസ് ഗാനഗന്ധർവനായിരുന്ന യേശുദാസ് പാടാൻ ആദ്യം റേഡിയോയ്ക്ക് ഏതാണ്ട് അയച്ചു കൊടുത്തപ്പോൾ നിന്റെ സൗണ്ട് കൊള്ളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചു. ആ യേശുദാസാണ് ഇന്ന് ആരായത്? ഗാനഗന്ധർവനായത്, അല്ലേ? അങ്ങനെ പിന്നെ സാധാരണ മലയാളികളെല്ലാം പറയുന്ന ഒരു സംഭവമാണ് കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകാൻ ആഗ്രഹിച്ച KR നാരായണന്റെ സംഭവം. അത് സാധാരണ എല്ലാവരും പറയുന്ന ഒരു കഥയാണ്. ഇപ്പൊ അത് ഒത്തിരി ഇടത്ത് കേട്ടു. പിന്നെ സക്സസ്ഫുൾ ബിസിനസ് പേഴ്സൺസിന്റെ കഥ, ചെറിയ ലോകത്തു നിന്ന് കലക്ടർ IAS കിട്ടിയവരുടെയൊക്കെ സംഭവങ്ങൾ. ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാ, അല്ലേ? പക്ഷെ ഏറ്റവും നല്ല മോട്ടിവേഷൻ കിട്ടാൻ കർത്താവിനെ നോക്കിയാൽ മതി. കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓരോ പ്രായത്തിലുള്ളവർക്ക് ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും മോട്ടിവേഷൻ കിട്ടുന്നത് ക്രിസ്തു എന്നാണ്. ക്രിസ്തു ജനിച്ചത് എവിടെയായിരുന്നു? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ എവിടെ കിടത്തി? പശുത്തൊട്ടി. ഭയങ്കര പരിമിതിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. പക്ഷെ ക്രിസ്തു ഒരിക്കൽ പോലും തൻ്റെ അമ്മയോടോ അപ്പനോടോ ആ ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു കേട്ടോ? ഇല്ല. പരിമിതിയിൽ എന്ത് പറഞ്ഞില്ല? പരാതി പറഞ്ഞില്ല. പരിമിതിയിൽ പരാതി പറയാത്തൊരു ക്രിസ്തു. അത് കഴിഞ്ഞ് അഭയാർത്ഥിയായിരുന്നു. കുഞ്ഞുങ്ങളെ കൊല്ലണമെന്നുള്ള കൽപ്പന വന്നപ്പോൾ എടുത്തുകൊണ്ട് ഓടി. ഹി വാസ് എ റെഫ്യൂജി ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. പിന്നെ നമ്മൾ കാണുന്ന എത്രാമത്തെ വയസ്സിലാ? 12-ാമത്തെ വയസ്സിൽ. 12-ാമത്തെ വയസ്സിൽ അപ്പനും അമ്മയും എല്ലാം കൂടെ പെരുന്നാൾ കാണാൻ പോയി. ഈ പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ നടക്കാറുണ്ട്. സാധാരണഗതി പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോൾ ബലൂണൊക്കെ മേടിച്ചോണ്ടാ വരിക. പി 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 നല്ല വിളിയൊക്കെ ആയിട്ട് പോവുക. പക്ഷെ ഒരു പെരുന്നാൾ കഴിഞ്ഞ് വന്നൊരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മേടിച്ചോണ്ട് വന്ന് തേരിലിരുന്ന് വായിച്ചത് ആരാ? എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ. പെരുന്നാൾ കഴിഞ്ഞ് വരികയായിരുന്നു. വന്ന വഴിക്ക് എന്തോ മേടിച്ചു? ഊത്ത് മേടിച്ചില്ല. വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കാൻ കുരങ്ങന്റെ ബലൂൺ മേടിച്ചില്ല. പിന്നെന്തോ മേടിച്ചു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മേടിച്ചു. യേശു കർത്താവും അപ്പനും അമ്മയും കൂടെ പെരുന്നാളിന് പോയി. ഇതൊക്കെ ഇതിനിടയ്ക്ക് സ്കൂട്ടായി. അവിടെ ഇരുന്നു. തിരിച്ചു പോന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പനും അമ്മയും ഓർക്കുന്നത് കുഞ്ഞെന്തില്ല, കൂടില്ല. അതിനൊരു കാരണമുണ്ട്. സഹയാത്രക്കാരുടെ കൂടെ കാണുന്നു. അപ്പൊ ഈ സഹയാത്രക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു ആരുടേത്? യേശുവിൻ്റെ. അതുകൊണ്ടല്ലേ 12 വയസ്സേ ഉള്ളൂ. ഒരു ദിവസം മുഴുവൻ തപ്പത്തില്ലേ? തപ്പാതിരിക്കുവോ? ഇരിക്കുവോ? ഇല്ല. 12 വയസ്സല്ലേ ഉള്ളൂ. അപ്പം അയൽബന്ധമുള്ളൊരു വീടായിരുന്നു യേശുവിൻ്റെ വീട്. അയൽബന്ധമുള്ള വീട്ടായതുകൊണ്ട് വൈകുന്നേരം ആയപ്പം കണ്ടില്ല. കാണാതെ വന്നപ്പോൾ ഇവർ തിരിച്ചുപോയി. ഭയങ്കര പാടാ. 3 ദിവസം തിരിച്ചുപോയി. 3 ദിവസം ഭയങ്കര രസം. അത് വായിച്ച 2-ാം അധ്യായത്തിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. 3 ദിവസം കഷ്ടപ്പെട്ട് ജോസഫ് മറിയം കൂടെ കൊച്ചിനെന്തോ പറ്റി, എൻ്റെ കൊച്ചെ എന്ന് പറഞ്ഞു ടെൻഷൻ അടിച്ച് 3-ാം ദിവസം ചെന്നപ്പോൾ 12കാരൻ അവിടെ ഇരിക്കുക, ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുക. അപ്പൊ ഈ അമ്മ വിളിക്കുന്നൊരു വാക്കുണ്ട്. എന്താ വിളിച്ചേ? അമ്മ എന്താ വിളിച്ചേ? 3 ദിവസം ടെൻഷൻ അടിച്ച് ചെന്നപ്പോ എന്താ വിളിച്ചേ? മോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ. നമ്മളാണ് എന്താ വിളിച്ചേനെ? 3 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കോട്ടയംകാരാണ് എന്താ വിളിച്ചേനെ? 3 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കോട്ടയംകാരാണ് എന്താ വിളിച്ചേനെ? എന്ത് വിളിക്കുന്നു പറയല്ലോ? ഉപവാസത്തിന്റെ 20-ാമത്തെ രാത്രി എന്തും വിളിച്ചേനെ. വിളിക്കത്തില്ലേ? എല്ലാവരുടെയും അകത്തൊരു ഭാഷ കിടപ്പില്ലേ? ഇല്ലേ? പിണങ്ങരുത്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കൊച്ചുങ്ങൾ ചീത്ത വിളിക്കും. ചെറിയ പാക്കൊക്കെ പഠിക്കത്തില്ലേ? സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് ഇവർ ഉപയോഗിക്കുന്ന എപ്പോഴായിരിക്കും? സാധാരണ ഇവർ ഉപയോഗിക്കുന്ന എപ്പോഴായിരിക്കും? 10 പേരുടെ മുമ്പിൽ വെച്ച്. അന്നേരം ഈ അമ്മ ഇന്ന് ചമ്മെന്ന കാണും. അപ്പൊ അമ്മ പറയും ഞങ്ങളുടെ കുറ്റമല്ല, എന്തോ ചെയ്യാനാ, പന്ന സ്കൂളിൽ പോയതാ. അവിടെ എല്ലാം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പിള്ളേരാ.
അപ്പൊ ഇത് ആരുടെ കുറ്റ? സ്കൂളിന്റെ കുറ്റ. ഏതായാലും ഞാൻ അമേരിക്കയിൽ നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ 2 കൊച്ചു പിള്ളേർ എന്നെ ഏൽപ്പിച്ചിട്ട് അവർ പുറത്തു പോയി. ആ മോൾ എന്നോട് ഇങ്ങനെ വർത്താനം പറയാ, പടപെടാന്ന് ഇംഗ്ലീഷ്. എനിക്ക് മനസ്സിലാകുന്നില്ല മക്കളെ അവരുടെ ആക്സെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീ ഇൻ മലയാളം? ഐ നോ യു നോ മലയാളം, യു സ്പീക്ക് വിത്ത് മീ ഇൻ മലയാളം. അവൾ എന്നോട് പറഞ്ഞു, അങ്കിൾ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മലയാളം. ഇത് പറയാ. അവിടെ ഇളയർക്ക് ഒറ്റ അടി വെച്ചു കൊടുത്താൽ കേട്ടോ. അവൾ പച്ചത്തറി മലയാളത്തിൽ വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങി നോക്കി അംഗൻവാടി ഉണ്ടോ. ഏതായാലും അവിടെ അംഗൻവാടി ഇല്ലായിരുന്നു. അപ്പൊ ആ തെറി എവിടെ നിന്ന് പഠിച്ചാ? ഒരിക്കലും അംഗൻവാടി നിന്ന് പഠിച്ചതല്ല. ആണോ? അല്ല. അപ്പം പക്ഷെ യേശുവിന്റെ അമ്മ വിളിച്ച എന്താ? മോനെ എന്നാ വിളിച്ചു. എന്തൊരു സംസ്കാരമാണെന്നറിയാം. മോനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ. അടുത്തൊരു വാക്കൂടെ അമ്മ പറയുന്നുണ്ട്, നിന്റെ അപ്പനും ഞാനും നിന്നെ തെരഞ്ഞെടുന്നു. ആരാ? നിന്റെ അപ്പനും ഞാനും. കോട്ടയംകാരമ്മമാരെ, നിങ്ങൾ പെട്ടെന്ന് പറയണം, ആലോചിക്കരുത്. നിന്റെ അപ്പനും ഞാനും എന്ന് പറയൂ, ഞാനും നിന്റെ അപ്പൻ എന്ന് പറയൂ. ഞാനും നിന്റെ അപ്പനും അല്ലേ? പക്ഷെ മറിയം പറഞ്ഞ എന്താ? നിന്റെ അപ്പനും ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരു അമ്മ ഇങ്ങനെ പറയാ, പക്ഷേ ഞാനാണ് ഈ വീട്, ഞാനും വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് കത്ത കെട്ടിയവൻ്റെ അനിയന്മാരൊന്നും കെട്ടിയിട്ടില്ല, എല്ലാത്തിൻ്റെ തുണി ഞാൻ. അപ്പൊ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ അറിയാതെ ചോദിച്ചു, അച്ചായൻ മരിച്ചിട്ട് എത്ര നാളായെന്ന്. അങ്ങനെ പറയുന്നത് ഇപ്പുണ്ട്. പക്ഷെ എല്ലാരാ ഞാൻ എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ്. ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, എന്തോ പറഞ്ഞാലും എല്ലാം ഞാനാന്ന് പറയും. ആ വീട്ടിൽ പോയി ആ പേര തുടങ്ങിയത് ഞാനാ. പിള്ളേരെല്ലാം കൂടെ പേരിട്ടു പാസ്റ്റർ അൽഖ്വയ്ദ. അൽഖ്വയ്ദ എന്താണെന്നറിയാമോ? എവിടെങ്കിലും ഒരു ബോംബ് പൊട്ടുമ്പോൾ അൽഖ്വയ്ദ നോക്കും കുറെ നേരം ആരെങ്കിലും ഏൽക്കുന്നുണ്ടോ. ആര് വെയിറ്റില്ലെങ്കിൽ അൽഖ്വയ്ദ പറയും ഞങ്ങളാ പൊട്ടിച്ചെന്ന്. അവരറിഞ്ഞത് പോലും അല്ല. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ മറിയം പറയുന്നത് എന്താ? ഞാനും നിന്റെ അപ്പൻ എന്നല്ല, നിന്റെ അപ്പനും ഞാൻ. അപ്പോൾ അപ്പന് പ്രാധാന്യം കൊടുത്ത അമ്മ, നല്ല ഭാഷ പറയുന്ന അമ്മ. പക്ഷെ ഈ 12കാരൻ യേശു 3-ാം ദിവസം ചെന്നപ്പം എന്തോ വായിക്കുക? ഉപദേഷ്ടക്കാന്മാർ നടുവിൽ തോറയൊക്കെ വായിച്ച് ഇരിക്കുക. 12കാരൻ യേശുവിനെ നോക്കിക്കേ, 3 ദിവസമായിട്ട് വേദപുസ്തകം വായിച്ച് സംശയം ചോദിച്ചൊക്കെ ഇരിക്കുക. അപ്പൊ ഇന്നത്തെ 12കാരെല്ലാവരും 99% 11, 12, 13 ആ പ്രായമുള്ള പിള്ളേർക്ക് ഫോൺ കുറവായിരിക്കും. നമ്മളങ്ങോട്ട് വെക്കുമ്പോഴേ അടിച്ചോണ്ട് പോകും. പിന്നെ എൻ്റെ മോനും ആ ഒരു കൊച്ച് അതിനുണ്ടോ ഇരിപ്പിൽ കാണത്തില്ല. പിന്നെ ഇവന്റെ ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയാം? നമ്മൾ വിളിക്കുമ്പോൾ കട്ട് ചെയ്താൽ അത് അവൻ്റെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തേ, 12 വയസ്സുള്ള യേശു എന്ത് വായിക്കുക? ബൈബിൾ വായിക്കുക. 12കാരോട് പറയട്ടെ, ഒറ്റയാളെ നോക്കിയാൽ മതി. ആരെ? യേശുവിനെ. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഓരോ ഭാഗവും പറഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, മനുഷ്യൻ രണ്ടല്ല, അതുകൊണ്ട് അവർ മേലാ രണ്ടല്ല, ഒരു ദേഹം അത്രേ എന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലയോ? വായിച്ചിട്ടില്ലയോ? യേശു ഓരോ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പം ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലയോ? വായിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം 12ാമത്തെ വയസ്സ് തൊട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വായിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം പറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. വേദപുസ്തക വായന വളരെ കുറവാണ്. പേഴ്സണൽ മെഡിറ്റേഷൻ ഓൾമോസ്റ്റ് അന്യമാണ്. ഇവിടെയാണ് ആരെ നോക്കേണ്ടത്? യേശുവിനെ നോക്കണം. പുസ്തകം വായിക്കണം. ഈ പുസ്തകവുമായിട്ട് ഇരിക്കണം. ഈ പുസ്തകത്തിൻ്റെ മർമ്മങ്ങളോട് സംസാരിക്കണം. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഒരു ചടങ്ങിനപ്പുറത്ത് 3 ദിവസം 12ാമത്തെ വയസ്സിൽ ഇരുന്ന് വേദപുസ്തകം വായിച്ച പച്ച മനുഷ്യനായ ഒരു ക്രിസ്തു എനിക്കൊരു വെല്ലുവിളിയാണ്. അഹങ്കാരം പറയല്ല, സത്യമായിട്ടും പറയാ. ശനിയാഴ്ച രാത്രി ഞായറാഴ്ചത്തെ പ്രസംഗത്തിന് വേണ്ടി വേദപുസ്തകം തപ്പുന്ന എനിക്ക് പോലും യേശു ഒരു വെല്ലുവിളിയാണ്. പല പ്രാവശ്യം ഉപദേശിമാരായ ഞാൻ പ്രസംഗം ഉണ്ടാക്കാനാണ് വേദപുസ്തകത്തിന് മുമ്പ് ഇരിക്കുന്നത്. 12ാമത്തെ ദിവസം 3 വയസ്സിൽ 3 ദിവസം പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരുന്ന ഒരു കൊച്ചൻ, ഒരു ടീനേജുകാരൻ നമുക്കൊരു വെല്ലുവിളിയാണ്. ആണോ? ഇന്ന് രാത്രി എത്ര പേര് യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം? യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പുസ്തകം വായിക്കാനുള്ള ഒരു വലിയ ആവേശത്തെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകും. പുസ്തകം വായിക്കാനുള്ള വലിയൊരു ആവേശത്തെ
കർത്താവ് നമുക്ക് പകരും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അധികമായി വേദോസ്തം വായിക്കാൻ? അധികമായി വേദോസ്തം വായിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആ പുസ്തകങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, പുസ്തകങ്ങളെ കയ്യിലെടുത്തൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളെല്ലാവരും, എൻ്റെ പൊന്നോമനെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇരുന്ന് വേദോസ്തം വായിക്കണം മക്കളെ. ഇരുന്ന് വേദോസ്തം വായിക്കണം. ഇരുന്ന് വേദോസ്തം വായിക്കണം. വായന ഇന്ന് വളരെ കുറവാണ്. പക്ഷെ വേദോസ്തം വായിക്കാമോ ഭയങ്കര വിഷ്ഠം ഉണ്ടാകും. ഭയങ്കര വിഷ്ഠം ഉണ്ടാകും. വിഷ്ഠം. വേദോസ്തം വായിക്കണം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്കായി ഒരു 10-12 വർഷം മുമ്പ് വന്ന ഒരമ്മ. അവരെ കണ്ടപ്പോഴേ ഒരു നല്ല ആഠ്യത്വമുള്ള ഒരു ടീച്ചറിന്റെ ഗമയും മട്ടും കെട്ടും എല്ലാം ഉള്ള ഒരു അമ്മ വന്നു. ഒരു വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ഒരു ഉച്ച കഴിഞ്ഞ് അവർ വന്നു പ്രാർത്ഥിച്ചു. അവരുടെ വിഷയം, അവരുടെ മകൻ പോയി ഓടിച്ച വാഹനം പെട്ട് ഒരു പെൺകുട്ടി ഇടിച്ച് ആക്സിഡന്റ് ആയി സീരിയസ് ആയിട്ട് കിടക്കുക. ആ കുഞ്ഞ് മരിക്കരുത്, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന. ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ എൻ്റെ അമ്മ അവരോട് ചോദിച്ചു. ഞങ്ങളും ധൃതിയിലായിരുന്നു, ഒരു മാസയോഗത്തിൻ്റെ ഇടയ്ക്കാണ്, അതിൻ്റെ തിരക്കുകളാണ്. എൻ്റെ അമ്മ അവരോട് ചോദിച്ചു, ആൻറ്റി ഏത് സഭയിലാ? അവർ പറഞ്ഞു ഞാൻ സ്വർഗീയ സഭയിലാണ്. അപ്പൊ എൻ്റെ അമ്മ എടുത്ത് ചോദിച്ചു, സ്വർഗീയ വിരുന്നാണോ? അല്ല, സ്വർഗീയ സഭയാണ്. അതേത് സഭയാണ്? അവർ പറയാൻ തുടങ്ങി, അവര് ഒരു ഈഴവ സഹോദരിയാണ്. അവരൊരിടത്ത് പോലും പള്ളിയിൽ പോകുന്നതല്ല. പക്ഷേ TV അന്ന് റേഡിയോ കേട്ട് രക്ഷിക്കപ്പെട്ടവര് എന്നും വേദോസ്തം വായിച്ച് പ്രാർത്ഥിക്കും. ഞാൻ അവരോട് എനിക്കൊരു ഇഷ്ടം തോന്നി സംസാരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി ഇങ്ങനെ പുസ്തകം വായിക്കുന്നതുകൊണ്ട് വീട്ടിൽ എതിർപ്പുണ്ടോ? ഒരിക്കൽ പോലും ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ ഒരു ആരാധനയ്ക്ക് പോകാത്ത അമ്മയോട് പറയാ, മോനെ ലോകത്തെയും കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ എന്നും എഴുതിയിട്ടില്ലയോ? ഞാൻ ചോദിച്ചു, ആൻറ്റി ആ കുഞ്ഞിന് ഭയങ്കര സീരിയസ് അല്ലേ? സീരിയസ് ആണ് മോനെ. പക്ഷേ ഇന്നലെ ധ്യാനിച്ചത് ലാസറിൻ്റെതാ, ഇന്ന് ധ്യാനിച്ചത് നായും പട്ടണത്തിലെ വിധവയുടെ മകൻ്റെയാ. ഒരു പ്രതീക്ഷ ദൈവം എനിക്ക് തരുന്നുണ്ട്. അവരെൻ്റെ കുറച്ച് പൈസ തന്നു. ഞാൻ പറഞ്ഞു, ആൻറ്റി പൈസ വേണ്ട. അവർ പറയാ, സന്തോഷത്തോട് കൊടുക്കുന്നവരെ. വീണ്ടും ആ സഹോദരി എന്നോട് പറയാണ്, ഈ തൊഴുത്തിപ്പെടാത്ത കുറെ ആടുണ്ടെന്ന് യോഹന്നാൻ പറയുന്നില്ലേ? അതൊക്കെ ഞാൻ ചോദിച്ചു, ഇവിടെ വരാൻ വഴി അറിയാമായിരുന്നോ? വഴി അറിയത്തില്ലായിരുന്നു. ഇറങ്ങിയപ്പോൾ ദൈവം ഒരു വാക്യം തന്നു, നിനക്ക് മുമ്പായി ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ആ വണ്ടിയെ കയറിയിരുന്നപ്പോൾ അറിയാവുന്ന ഒരാൾ, ഈ സ്ഥലം അറിയാവുന്ന ഒരാളോട് പറഞ്ഞ് അവിടെ വരുമ്പോൾ പറയാവുന്ന. അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങി. ഒരിക്കൽ പോലും പള്ളിയിൽ പോകാത്ത, ഒരാരാധനയ്ക്ക് പോകാത്ത സഹോദരന്റെ വായിന്ന് വചനങ്ങൾ ഇങ്ങനെ ഒഴുകുമ്പോൾ എവിടുന്ന് കിട്ടിയതാ? എന്നും വേദപുസ്തക ധ്യാനത്തിലൂടെ ലഭിച്ചത്. വിശ്വാസ സമൂഹമേ, യേശുവിനെ നോക്കണം. എന്തിന്? വേദപുസ്തകം വായിക്കാൻ. വളരെ കുറവ്. ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഒഴുകിപ്പോകുന്നത്. ഒഴുകിപ്പോകുന്നത്. ഭർത്തോപ്പക്കാരനൊരു സഹോദരൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറയുകയാണ്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം പാസ്റ്റർ അയാളൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു 500 വാക്യം കാണാൻ പറയാം. ഞാൻ നിന്ന് മുട്ടടിച്ചു പോയി. എന്നെ മുട്ട് വിറച്ചു. എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരനാണ്. എനിക്ക് വേദപുസ്തകത്തോട് ഭയങ്കര താല്പര്യം. അവൻ്റെ കീഴിൽ ഒരു 1500 ജോലിക്കാരുണ്ട്. ഞാൻ പറയാം, ഒരു 500 വാക്യം എനിക്ക് കാണാൻ അറിയാം, മിനിമം ഒറ്റയടിക്ക് പറയാം. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ കാര്യം? ഡെയിലി 1-2 മണിക്കൂർ ഇരുന്ന് വേദപുസ്തകം വായിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു നായർ സഹോദരൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു കൈലി മേടിക്കാതെ വെച്ചുകൊണ്ട് ഞാൻ കയറി. ഒരു കൊച്ചു കട, ഒരു കൈലി മേടിക്കണം, അത്രയേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. ഒന്ന് വർത്താനം പറയണം, എനിക്കറിയാം അദ്ദേഹത്തെ. ഞാൻ കയറിയപ്പോൾ ആ നായർ സഹോദരൻ തൻ്റെ കൗണ്ടറിൽ ഇരുന്നു കൊണ്ട് പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ കണ്ട കാഴ്ചയാണ്. ആ നായർ സഹോദരൻ തൻ്റെ കൗണ്ടറിൽ വേദപുസ്തകം വായിക്കുക. എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മനസ്സിന് സംഘർഷവും വിഷമവും ഒക്കെ വരുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഈ പുസ്തകം വായിക്കും, ഭയങ്കര സമാധാനം കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു 12കാരൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? ശ്രദ്ധിച്ചു നോക്കിക്കേ. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. 12 കഴിഞ്ഞുള്ള പ്രായം 30 പിന്നെ കാണുക. 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കാൻ വേണ്ടി വരിക. 12-നും 30-നും ഇടയ്ക്ക് യേശു എന്ത് ചെയ്യായിരുന്നു? അജ്ഞാതകാലം. പക്ഷെ പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, അത്യധ്വാനം ചെയ്യുവായിരുന്നു. മരപ്പണിക്കാരനായിരുന്ന യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പം
12 വയസ്സ് മുതൽ അധ്വാനിക്കാൻ തുടങ്ങിയ ഒരു യേശു. അധ്വാനത്തിന്റെ മഹത്വം ലോകത്തോട് പഠിപ്പിച്ചത് യേശുവാ. വേർപ്പൊഴിക്കുക ക്രിസ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നസറേത്ത് മാനിഫെസ്റ്റോ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ, കുരുടർക്ക് കാഴ്ച കൊടുക്കാൻ, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിപ്പാൻ, ക്രിസ്തുവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കും. നസറേത്ത് മാനിഫെസ്റ്റോയാണ്. ആ മാനിഫെസ്റ്റോ ഒക്കെയാണ് ലിബറേഷൻ, ആ ഒരു വിമോചന ദൈവശാസ്ത്രത്തിലേക്ക് യേശുവിനെ ഒരു വിമോചകനായി കാണുന്നത്. അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നോക്കൂ, അധ്വാനത്തിന്റെ മഹത്വം വീണ്ടെടുക്കാൻ നമ്മളെ പഠിപ്പിച്ചത് യേശുവാ. 12-17 വയസ്സ് മുതലുള്ള പ്രായം ബൈക്കേ കറവുമായിരുന്നു. ഇന്ന് പലർക്കും ജോലി ചെയ്യാനും മടിയാ. സൗകര്യങ്ങൾ ഇല്ലാത്തിടത്ത് ഓക്കെ. പക്ഷെ ഏതെങ്കിലും, ഞാനിപ്പോ കൊച്ചു സഭകളിൽ പോലും മാസികത്തിനെല്ലാം ഓർഡർ കൊടുക്കുക. ഒറ്റ കാര്യം കൊണ്ടാ, ഒന്നും വെക്കാൻ ആളില്ല. പോട്ടെ, വെക്കാവുന്ന വെച്ചാൽ വിളമ്പാൻ അറിയാവുന്ന ഒറ്റ ഒരുത്തനില്ല. മറിഞ്ഞും തിരിഞ്ഞും നിന്ന് വിളമ്പ് അറിയാവുന്ന എത്ര പിള്ളേരുണ്ട്. എന്ത് രസമെന്നറിയാം വിളമ്പ്. ഇങ്ങനെ മുണ്ടൊക്കെ ഒന്ന് കയറ്റി ഇങ്ങനെ മടക്കി കുത്തരുത്, ഇങ്ങനെ കയറ്റി കുത്തിയിട്ട് അരയിലൊരു തോർത്തും കയറ്റി ചോറും പിടിച്ച് മറിഞ്ഞും തിരിഞ്ഞും അറിഞ്ഞ് വിളമ്പാൻ ഒന്നും വേണ്ട. ആദ്യം എന്തോ വിളമ്പണം എന്നറിയാം. അതാരാ പറഞ്ഞേ? ഉപ്പ് വിളമ്പിയ പഴം പഞ്ചാരം വേണം. വിളമ്പ് അറിയാവുന്ന എത്ര പേരുണ്ട്. ഇലയുടെ സൈഡ് എങ്ങോട്ടാ ഇടാമെന്ന് അറിയാവുന്ന എത്ര പേര്. ഒറ്റക്ക അധ്വാനിക്കാൻ മടിയാ. എടാ, അപ്പുറത്തോട്ട് പോയി ഒരു കവർ പാല് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ ഇവൻ ബൈക്ക് എടുത്തോണ്ട് പോകും. ബക്കറ്റ് വെള്ളം കോരാൻ പറഞ്ഞ വേലക്കാരെ വിളിക്കണം. പക്ഷെ 1.5 മണിക്കൂർ ഡംബിൾ എടുക്കും. ഈ ഡംബിൾ എടുക്കുന്ന സമയം പോലെ കണ്ടിന്ന് 10 ബക്കറ്റ് വെള്ളം കോരിയ. ഒരു പണി ചെയ്യാൻ മടിയുള്ളൊരു സമൂഹത്തിൽ പണി ചെയ്യാൻ പഠിപ്പിച്ചത് ആരാ? അധ്വാനിച്ചു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, പല കാര്യങ്ങളും സഭയിൽ ചെയ്യാൻ ഒക്കുമെങ്കിൽ ഓർഡർ കൊടുക്കലെന്ന്. ചെയ്യട്ടെന്നേ, എല്ലാവരും ചെയ്യട്ടെ. ചെയ്യാൻ അറിയാവുന്ന 10 പേര് അങ്ങോട്ട് ചെയ്യട്ടെ. അതിനെന്താ കുഴപ്പം? ഒന്നിനും വിളമ്പാൻ പഠിക്കണ്ടേ, വെക്കാൻ പഠിക്കണ്ടേ, പ്ലേറ്റ് എടുക്കാൻ പഠിക്കണ്ടേ? രസമാണ് ഇതൊക്കെ. അവിടേക്കാണ് ഈ കൂട്ടായ്മ എന്നൊക്കെ വരുന്നത്. അപ്പൊ നോക്കണം, അത് പോയാൽ തീർന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ അവിടെ എപ്പോഴും പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ രസം, ഞാൻ അങ്ങനെയൊക്കെ വളർന്നല്ലേ, തലേദിവസം പിറ്റേ ദിവസം മീനിൻ്റെ എല്ലും മുട്ടോ എല്ലാം തലേദിവസം കൊണ്ടുവന്നാൽ അതായിരുന്നു തലേദിവസത്തെ പരിപാടി. ഏറ്റവും കൂടുതൽ എല്ലിൻ്റെ കൂമ്പാരം വരുന്ന മത്സരമായിരുന്നു. അത് എന്നും കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ പാത്രത്തിലുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, എൻ്റെ പൊന്നോവിന് പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആരാ? ജോലി ചെയ്യാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. 30-ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ചു. 30-ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ച ക്രിസ്തുവിനെ നോക്കിക്കേ. ഇന്ന് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് ക്ഷീണിച്ച് പടകി കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുക. ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഉറങ്ങി. ആ ക്രിസ്തു ഇന്നും രാത്രി എത്ര തിരക്കാണെങ്കിലും എവിടെ പോകും? മലയിൽ പോകും. എന്നിട്ട് രാത്രി മുഴുവൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ മടിയുള്ളവർ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. ഒരു മനുഷ്യനായി ജനിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടാത്ത ഒരു മനുഷ്യൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അതാരാ? യേശു. പക്ഷേ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ള ഒരു യേശുവേ. പ്രാർത്ഥിക്കാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. ജീവകാലം മുഴുവൻ പ്രാർത്ഥനയിൽ പോരാടുക, ഉറച്ച നിലവിളിയോടെ. പിതാവിനോട് പ്രാർത്ഥിച്ച ക്രിസ്തു, മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച ക്രിസ്തു, കവിള് വീണ് പ്രാർത്ഥിച്ച ക്രിസ്തു, രക്തം വേർപ്പാക്കി പ്രാർത്ഥിച്ച ക്രിസ്തു. നമ്മൾ പറയുന്നു, പ്രാർത്ഥിക്കാൻ മടിയുള്ളവരെല്ലാം എന്നെ ഒന്ന് നോക്കിയാൽ മതി. പ്രാർത്ഥിക്കാൻ മടിയുള്ളവരെല്ലാം യേശുവിനെ നോക്കിയാൽ മതി. ഈ രാത്രി പറയട്ടെ, പ്രാർത്ഥിക്കണം എന്ന് നമ്മളെ ആഹ്വാനം ചെയ്തതും നമ്മളെ പഠിപ്പിച്ചതും ആരാ? യേശുവിനെയാണ്. യേശുവാണ്. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എത്ര നേരം വേണേലും പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ മടിയില്ലായിരുന്ന ഒരു ക്രിസ്തു. കർത്താവിനെ നോക്കിയ പ്രാർത്ഥിക്കാനുള്ളൊരു ഊർജം കിട്ടും. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയട്ടെ, ഓർമ്മയുള്ളപ്പോഴല്ലേ പ്രാർത്ഥിക്കാൻ ഒക്കത്തുള്ളൂ. ഓർമ്മ പോയ പ്രാർത്ഥിക്കാൻ ഒക്കുവോ? ഇല്ല. ഓർമ്മയുള്ളപ്പോഴേ പേര് പുറത്തോർത്ത് പ്രാർത്ഥിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഓർമ്മയുള്ളപ്പം പ്രാർത്ഥിക്കണം. ആർക്ക് വേണേലും എപ്പം വേണേലും മറവിയുടെ ലോകത്തേക്ക് പോകാം. ഓർമ്മ ഒരു അനുഗ്രഹം. ഓർമ്മയുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കണം, ആരാധിക്കണം. റജിനാരായണൻ പാസ്റ്ററുടെ പാട്ടെന്ന് പറഞ്ഞ് പാടിയത് ആരായിരുന്നു?
തീ പോലെ ഇറങ്ങണേ. റജി പാസ്റ്ററുടെ അമ്മച്ചിയെ സ്നാനപ്പെടുത്തിയത് ഞാനാണ്. ആ അമ്മച്ചിയെ സ്നാനപ്പെടുത്തിയാൽ ഭാഗ്യം ദൈവം എനിക്ക് കിട്ടി. ഞങ്ങളുടെ നാട്ടുകാരിയാണ്, എൻ്റെ അമ്മയുടെ വലിയൊരു സ്നേഹിതയായിരുന്നു. പക്ഷേ അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള ബന്ധം. അപ്പോൾ അമ്മച്ചിയെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു സാക്ഷി എനിക്ക് പറയാനുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. അമ്മച്ചിയെ സ്നാനപ്പെടുത്തുമ്പോൾ തീരെ വയ്യായിരുന്നു, ഡയബറ്റിക് ആയിരുന്നു, ക്രോണിക് ഡയബറ്റിക് ഉള്ള ഒരു അമ്മയായിരുന്നു. തീരെ വയ്യ അമ്മയ്ക്ക്. പിന്നെ അങ്ങ് ക്ഷീണമായി. ഇപ്പം എൻ്റെ അമ്മയുടെ വലിയ കൂട്ടുകാരിയാണ്, ഇവർ കുറേ പേരുണ്ട്. അപ്പം ഈ അമ്മച്ചി പറയും, എലിക്കുട്ടി എനിക്ക് യോഗത്തിന് വരണം. അമ്മച്ചിക്ക് വയ്യായല്ലോ, നീ ഒരു കാര്യം ചെയ്യടി, എന്നെ അങ്ങ് പിടിച്ചോണ്ട് യോഗത്തിന് പോയിട്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ എനിക്ക് വയ്യ. അമ്മച്ചി അങ്ങനെ ഇരിക്കും. ഞങ്ങൾ ആ അമ്മച്ചിക്ക് വേണ്ടി ഒരു കട്ടിൽ കൊണ്ട് ഹോളിലിട്ടു. ആ കട്ടിലെ അമ്മച്ചി കിടന്നുകൊണ്ട് കൈയടിക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വയ്യാത്ത അമ്മച്ചിയെ പിടിച്ചോണ്ട് വന്ന് കട്ടിലെ കിടന്നുകൊണ്ട് കൈയടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുള്ളപ്പോഴല്ലേ പ്രാർത്ഥിക്കാനും പാട്ട് പാടാനും ഒക്കത്തുള്ളൂ. ഓർമ്മയുള്ളപ്പോഴല്ലേ ആരാധിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടിയുള്ളവർ യേശുവിനെ ഒന്ന് നോക്കിയാൽ മതി. കണ്ണുയർത്തി ഒന്ന് നോക്കിക്കേ യേശുവിനെ. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ, നിർജ്ജന ദേശത്ത് പോയി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ, മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് യേശുവാ. എൻ്റെ ആലയം എന്തായിരിക്കണം? പ്രാർത്ഥനാലയമായിരിക്കണം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം, സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം. ഇനിയും യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരു മകനും അപ്പനും കൂടെ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചത് യേശുവാ. എന്നും രാത്രി സത്യത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു നമ്മൾ പറയുമ്പോൾ അതിന് മറ്റൊരു മാനം കൂടെ ഉണ്ട്. ആരോട് വർത്തമാനം പറയാൻ പോവാ? അപ്പനോടാ. രാത്രി മുഴുവൻ ഇരുന്ന് ഈ അപ്പനും മോനും കൂടെ എന്ത് ചെയ്യുക? വർത്തമാനം പറയാം. എനിക്ക് അത്ഭുതം തോന്നിട്ട്, ഒരു മോനും അപ്പനും കൂടി ഇത്രയും നേരം എന്തോ പറയാനുള്ളേ? വർത്തമാനം പറയാ. ഇന്നത്തെ മക്കളുടെ ഒരു വലിയ അപ്പച്ചയം. കാരണവന്മാർ എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ പിള്ളേർ ഇരുന്ന് വർത്താനം പറയത്തില്ല. വരുന്ന വഴിക്ക് എന്താ എവിടെ പോവാൻ. ഇവർ ഇറങ്ങിപ്പോന്ന ആ സ്പീഡ് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഫോണ് ഇവിടെയും ഫോണായിട്ടിട്ട് അവരാരാണ്ടോട് വർത്താനം. നീ എപ്പം വരും? ഞാൻ വന്നോ പോയി, ദേ വന്ന് ധാ പോയി. ഇതെല്ലാം കണ്ട് കാരണം അവിടെ ഇരിക്കുക. ഓർത്ത് നോക്കിയേ. സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞേ. അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈപൊക്കാം. നിങ്ങൾ കല്യാണം പ്രായമുള്ളവർ ഉൾപ്പെടെ, എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്, എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പില്ല, അപ്പന്മാർ ജീവിച്ചിരിപ്പുള്ളവരൊന്ന് കൈപൊക്കിക്ക്. കുഞ്ഞാട്ടെ വലുതാട്ടെ, സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുള്ളവരെല്ലാം കൈപൊക്കിക്ക്. മനസ്സിലായില്ല? എൻ്റെ അപ്പൻ ജീവനോടുണ്ടെങ്കിൽ, എൻ്റെ അപ്പൻ ജീവനോടുണ്ടെന്ന് അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്ക്. കൈപൊക്കി. ലാസ്റ്റിൽ 1 മണിക്കൂർ ചുമ്മാ ഇരുന്ന് വർത്താനം പറഞ്ഞ് കൈ തന്നിട്ട്, ലാസ്റ്റിൽ 1 മണിക്കൂർ അപ്പൻ്റെ അടുക്ക പോയിരുന്നു, 1 മണിക്കൂർ ചുമ്മാ ഇരുന്ന് വർത്താനം ഒരാഴ്ചക്കകത്ത് പറഞ്ഞവര് ഒന്ന് കൈപൊക്കുക. ഒറ്റ ആഴ്ചക്കകത്ത് 1 മണിക്കൂർ അപ്പൻ്റെ അടുക്ക ഒരു ചെറുക്കൻ എന്നോട് പറയുകയാണ്, എനിക്ക് അങ്ങനെ അപ്പനോട് എന്തോ പറയുന്നെന്ന്. ഞാൻ ഇടയ്ക്ക് അവനൊരു അത്യാവശ്യത്തിന് 3 മണിക്ക് അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഫോൺ എൻഗേജഡാ. ഞാൻ ഇടിച്ച് കയറി പെരയ്ക്ക് തുറന്നു കിടക്കുമായിരുന്നു. കയറിയപ്പോൾ അവൻ്റെ പെണ്ണിനോട് വർത്തമാനം പറയും. 11 മണി തൊട്ട് അവൻ്റെ പെണ്ണിനോട് വർത്തമാനം പറയാം. ഫോണാണെ അഴുത്തിരിക്കുക. 3 മണി വരെ വർത്തമാനം പറയാൻ അറിയാമല്ലോ. അറിയാം. അപ്പം 11 മണിക്ക് തുടങ്ങി 3 മണി വരെ കിണുകിണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ അറിയാമല്ലോ. അവൻ ചോദിക്കുക എന്നോട് അപ്പനോട് എന്തോ പറയുന്നത്, സബ്ജക്റ്റ് ഇല്ലെന്ന്. അപ്പൊ ഇതിനോട് വർത്തമാനം പറയുന്ന സബ്ജക്റ്റ് ഇല്ലേ? 1 മണിക്കൂർ അപ്പനോട് വർത്തമാനം. ഈ കാരണവർ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? സത്യസന്ധമായിട്ട് പറ, കാരണവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അവരെന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? വേറൊന്നും വലുതൊന്നും ആഗ്രഹിക്കത്തില്ല. എൻ്റെ മക്കൾ എന്നോട് വന്നിരുന്ന് എന്ത് ചെയ്യണം? ചുമ്മാ വർത്താനം പറയും. ചുമ്മാ വന്നിരുന്നാൽ മതി. കുറച്ചു നേരം ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനൊരു മോനെ പഠിപ്പിച്ചു. ഒറ്റ മോനെ ഉണ്ടായിരുന്നു ആ മോൻ. കുറേ നാൾ ദൂരെ പോകേണ്ട വന്നു. പക്ഷെ എന്നും രാത്രി പോയിരുന്ന് എന്ത് ചെയ്യായിരുന്നു? വർത്താനം പറയാൻ. ആ മോൻ്റെ പേരെന്നാ? യേശു. ഒരു മോൻ അപ്പനോട് വർത്താനം പറയാൻ ഒരു രാത്രി മുഴുവൻ മണിക്കൂറുകളെടുത്ത് അപ്പനോട് വർത്താനം പറയാൻ പഠിപ്പിച്ച ഒരു ഗുരുവുണ്ട്, യേശു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരപ്പൻ്റെ അടുക്ക പോയിന്ന് വർത്താനം പറയണമെന്ന് എന്നെ പഠിപ്പിക്കുന്നത് മറ്റാരുമല്ല, യേശു. എത്ര നേരമായിരിക്കുന്നേ?
ഞാൻ ഒത്തിരി ഇടത്ത് ഈ ചോദ്യം ചോദിച്ചു. 1 മണിക്കൂർ അപ്പന് വളരെ കുറവാണ്. എന്താ ഒക്കാത്തെ? ഇങ്ങനെ ഒക്കാത്ത എല്ലാ പിള്ളേരും അപ്പനോട് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ ഒറ്റ ആളെ നോക്കിയാൽ മതി. ആരെയാണ്? യേശുവിനെ. യേശുവിനെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കിയാൽ മതി. അപ്പനെടുക്ക് പോയിരിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അതിൻ്റെ 3-ാമത്തെ ചാപ്റ്ററിൽ എൻ്റെ അച്ഛൻ്റെ മരണം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഗാന്ധിജി പറയുന്നൊരു കാര്യമുണ്ട്. ഗാന്ധിജി അച്ഛൻ്റെ കാല് ഞെക്കിക്കൊണ്ടിരിക്കുക. കസ്തൂർബായെ കല്യാണം കഴിച്ച മോഹൻദാസ്. അപ്പം വന്ന് പറഞ്ഞു, നീ വേണം എഴുന്നേറ്റ് പോക്കോളാൻ പറഞ്ഞു. വലിയ കാര്യം കേൾക്കാനിരുന്നു. ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേലക്കാരൻ വന്ന് കൊട്ടിയപ്പോൾ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. ഗാന്ധിജിക്ക് ഭയങ്കര സങ്കടമായി പോയെന്ന് എഴുതുകയാണ്. കാരണം അന്നേരം എഴുന്നേറ്റ് പോയില്ലായിരുന്നെങ്കിൽ അച്ഛൻ മരിക്കുമ്പോൾ ഇങ്ങനെ ഗാന്ധിജിയുടെ കണ്ണി നോക്കി മരിച്ചത്. പക്ഷെ എഴുന്നേറ്റ് പോയിട്ടല്ലേ. ഒരു മോനും അച്ഛനും കൂടെ വർത്താനം പറയണമെന്ന് പഠിപ്പിച്ചതാരാ? ഞാനും പിതാവും ഒന്നാ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം വേണം ഞാൻ നിർവഹിക്കാൻ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കണമെന്ന് മക്കളെ പഠിപ്പിച്ചത് ആരാ? യേശു. ഇതിപ്പോ ആര് വേണം ഒരു മോട്ടിവേഷൻ? വിശ്വസിച്ച് പറയുന്ന, സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ഒരു അമ്മയും മകനും കൂടെ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചത് ക്രിസ്തു അല്ലേ? ഒരമ്മയും മകനും. ഈ അമ്മ എന്നുള്ള ആ സംജ്ഞ ചെറിയൊരു കാര്യമല്ല. അതും ക്രിസ്തു പഠിപ്പിക്കും. മറിയം പഠിപ്പിച്ച ഒരു അമ്മയുടെ ഒരു അമ്മ ആരാന്ന് പഠിപ്പിക്കുന്ന മറിയ. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മറിയം ദേവാലയത്തിൽ ചെല്ലുകയാണ്. അവിടെ 2 പേരെ കാണുന്നുണ്ട് വാർദ്ധക്യമിരിക്കുന്ന. ഒന്നാരാ? ശിമയോൻ. മറ്റൊന്ന് അന്ന എന്ന പ്രവാചകി. ശിമയോൻ പ്രാർത്ഥിക്കുന്ന, നാഥ ഇനിയും സമാധാനത്തോടെ എന്നെ വിട്ടയച്ചാൽ. ശിമയോൻ വലിയ കാര്യങ്ങളാ മറിയോട് പറയുന്നത്. മറിയം, നീ ഭാഗ്യപ്പെട്ടോളാ. പക്ഷേ ഏറ്റവും ഒടുവിൽ എല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. നിന്റെ ചങ്കിനകത്തോട് എന്ത് കിടക്കും? വാള് കിടക്കും. അമ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം ചങ്കി വാളെന്ന. എല്ലാ അമ്മയുടെ അകത്ത് എന്തുണ്ട്? ഒരു വാളുണ്ട്. ആരെ ഓർത്താ? മക്കളെ ഓർത്താ. ചങ്കിൽ വാളുള്ളവൾ ആരോ? അവൾക്ക് കൊടുക്കാവുന്ന പേരാ എന്ത്? അമ്മ. ചങ്കി വാള. 4 മണിക്ക് വരേണ്ട കുഞ്ഞ് 4:30 ആകുമ്പോൾ 5 മണി ആകുമ്പോൾ അമ്മയ്ക്ക് വേവലാതി വരും. എന്താ? ആരെ കണ്ടില്ല? കൊച്ചിനെ കണ്ടില്ല. അപ്പൊ ബാക്കിയുള്ള പറയും, ഏതെന്നെ ഇള്ള കുഞ്ഞാന്ന്, നിങ്ങളെന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? ഇനി വരും. പക്ഷേ ടെൻഷൻ അടിക്കണ്ടെന്ന് അറിഞ്ഞാൽ പോലും എന്തടിക്കും? ടെൻഷൻ അടിക്കും. ഒറ്റ കാര്യം കൊണ്ടാ. എന്തുള്ളോണ്ടാ? വാള. ഈ ഫോൺ ഇവര് വല്ലയിടത്തും പോയിട്ട് ഈ ഫോൺ എടുത്തില്ലെങ്കിൽ എന്തോ ഒരു ഞങ്ങളുടെ ഫോൺ സൈലന്റ് ആയിരുന്നു. ഇത് സൈലന്റ് ആകുമ്പോൾ വിളിക്കുമ്പോൾ എടുത്ത് അമ്മയ്ക്ക് ടെൻഷൻ. കാരണം അമ്മയുടെ ചങ്കിൽ എന്തോ ഉണ്ട്? വാളുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ചങ്കിനകത്തോടെ വാള് കയറി ക്രൂശിന്റെ ചോട്ട് നിൽക്കുമ്പോൾ സ്വന്തം മകൻ 33 വയസ്സുള്ള മോനെ അടിച്ച് കീറി കാൽവറി കുരിശ് മൂന്ന്. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. യേശു കർത്താവ് തീവ്രവേദനയാണ്. ചെറിയ വേദനയല്ല, തീവ്രവേദന. ആ തീവ്ര വേദനയിൽ അമ്മയെ നോക്കി പറയാ, ഈ മോനെ ഏൽപ്പിച്ചു യോഹന്നാൻ. എന്താ പറയാനുള്ളത് യോഹന്നാനോട്? യോഹന്നാനോട് പറയുന്നത് ഇതായിരിക്കാം. യോഹന്നാനെ, എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ ചേർന്നിരുന്ന എൻ്റെ സ്നേഹിത, നിനക്ക് എന്നോട് ശകലമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയെ നോക്കിക്കോണേ. ഞാൻ വായിച്ചതിൽ ഏറ്റവും മനസ്സിൽ നിന്ന് മറക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ അമ്മ കിടക്കുക. 9 വയസ്സുകാരൻ അമ്മയ്ക്ക് കൂട്ട് നിൽക്കുക. അമ്മയ്ക്ക് കഞ്ഞി മേടിക്കാൻ, മെഡിക്കൽ കോളേജ് ഫ്രീ ആയിട്ട് കഞ്ഞി കിട്ടാൻ ചോറ്റുപാത്രവുമായിട്ട് ക്രോസ് ചെയ്ത് പോയ കുഞ്ഞിനെ വണ്ടി ഇടിച്ച് തെറിച്ചു പോയപ്പോൾ അവനെ കോരിയെടുത്ത് ആരോ മടി വെച്ചപ്പോഴും അവൻ്റെ കയ്യിൽ ചോറ്റുപാത്രമുണ്ട്.
കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കൊച്ചനെ ഒരു ചോദ്യം ചോദിച്ചെന്ന്, എൻ്റെ ഉമ്മയ്ക്കാര് കഞ്ഞി മേടിക്കും, എൻ്റെ ഉമ്മയ്ക്കാര് കഞ്ഞി മേടിക്കും. അവസാനത്തെ അവൻ്റെ വാക്ക്, ഉമ്മയ്ക്കാര് കഞ്ഞി കൊടുക്കും. ഒരു കുഞ്ഞവിടെ നിൽക്കുക. അവസാനത്തെ ചോദ്യങ്ങളൊന്ന്, എൻ്റെ അമ്മ ആര് നോക്കും? യോഹന്നാനെ ഏൽപ്പിച്ചു. കാരണം ഇനി നസ്രത്തിൽ പോവും. ഇവിടെ ഏൽപ്പിച്ചില്ലെങ്കിൽ നസ്രത്തിൽ പോവും. പിന്നെ യെരുശലേമിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അമ്മ ഇവിടെ കാണില്ല. അമ്മ ഇവിടെ കാണണം. കർത്താവിൻ്റെ ഒരു കൊതി. ആരെ ഏൽപ്പിച്ചു? യോഹന്നാനെ. തീവ്ര വേദനയിലും അമ്മയെ ഓർക്കുക. അമ്മ ഭയങ്കര ഒരു സംജ്ഞയാണ്. ചങ്കി വാളുള്ള അമ്മ, ചങ്കി വാളുള്ള അമ്മ. പക്ഷെ ഇന്ന് ഒരു അമ്മയോട് എങ്ങനെ ഇടപെടണമെന്ന് പഠിക്കേണ്ടവർ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഈ എളിയവന് ഞാൻ ഒത്തിരി ഇടത്ത് പങ്കുവെച്ചു. ഞങ്ങളുടെ ചില വേദനകൾ ഞങ്ങൾ പങ്കുവെച്ച് തീർക്കും. ദുഃഖം പങ്കുവെക്കുമ്പം തീരുവെന്ന, സന്തോഷം പങ്കുവെക്കുമ്പോൾ കൂടും. ചില സംഭവങ്ങൾ പറയും, ആള് പറയില്ല, സ്ഥലം പറയില്ല, ഊര് വെളിപ്പെടുത്തത്തില്ല, പേര് വെളിപ്പെടുത്തത്തില്ല. പക്ഷെ ചിലത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇനി ആർക്കും ആ ദുരന്തം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുക്കൽ ഒരിക്കലും ഒരമ്മ വന്നു, ഒരമ്മച്ചി. ഞാനത് ഒത്തിരി അടുത്ത് പറഞ്ഞു. അമ്മച്ചി വന്നത് എന്തിനാണെന്നറിയാമോ? അമ്മച്ചിക്ക് ഒറ്റ മോനും കുറെ പെൺപിള്ളേർ. അമ്മച്ചിയുടെ മോൻ അമ്മച്ചിക്ക് പൈസ കൊടുക്കത്തില്ല. ഈ മോൻ്റെ പേര് വസ്തുവെല്ലാം എഴുതി കൊടുത്തു. വസ്തുവെല്ലാം എഴുതി കൊടുത്തു, എൻ്റെ പേര് തീരെഴുതി കൊടുത്തു. നല്ല കാര്യം ചെയ്തതാ. ഇവൻ ഞാൻ മരിച്ചിട്ട് ഇവൻ കഷ്ടപ്പെടണ്ടായി. പക്ഷെ പിന്നത്തെ ഇതിൽ മോനെ വരാതെയും വിളിക്കാതെയും പൈസ അയക്കാതായപ്പോൾ ഈ അമ്മ ഒരു കാര്യം ചെയ്തു. അമ്മ ഒരു തേക്ക് വെട്ടി അങ്ങ് വിറ്റു. തേക്ക് വെട്ടി വിറ്റപ്പോൾ ഇവൻ കൊണ്ട് കേസ് കൊടുത്തു. പോലീസ് വന്നു. ഇന്നിടത്ത് ഇന്നാരാണോ? ആണോ, നിങ്ങളുടെ പേരിൽ ഒരു കേസ്. എന്താ സാർ? തേക്ക് പറ്റിയോ? തേക്ക് പറ്റി. ആരുടെ തേക്ക്? എൻ്റെ തേക്ക്. സോറി, നിങ്ങളുടെ അല്ല, ചെറുക്കൻ്റെയാ. ആണോ? എന്തിനാ പറ്റിയേ? എൻ്റെ പൊന്ന് സാറേ, ആശുപത്രി മരുന്ന് കുടിക്കണം, അഡ്മിറ്റ് ആയിരുന്നു, ബില്ല് അടയ്ക്കണം, അതിന് വെട്ടിയതാ. അടുത്തത്, ഇനി എന്തോ ചെയ്യണം സാറേ? സാറ് ചോദിച്ചു, ഇനി എത്ര തേക്കുണ്ട്? 5-6 കൂടെ ഉണ്ട്. അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മൊത്തം തേക്കും വെട്ടി വിറ്റ് അടിച്ച് പൊളിച്ചോണം, ഇല്ല തൂക്കിയെടുത്ത് നിങ്ങളെ ഞാൻ കൊണ്ടിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാളങ്ങ് പോയി. അയാളെന്തോ ചെയ്യാൻ? 19 വയസ്സുള്ള അമ്മ. പക്ഷെ ഈ മോൻ പിന്നെ വന്നിട്ടില്ല. ഈ അമ്മയുടെ കണ്ണിന് ക്യാൻസറായി, കാഴ്ച കുറയാൻ തുടങ്ങി. ഈ അമ്മച്ചി എന്നെ തേടി വന്നിട്ട് പറഞ്ഞു, പ്രിൻസ് മോനെ, എൻ്റെ മരണം വരെ ലാസ്റ്റ് ദിവസം എൻ്റെ മോൻ വന്നെങ്കിൽ ഇത് അസാധു. അവൻ വരാതിരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തിട്ട്, മരിക്കുമ്പോൾ അടക്കത്തിനാവും വലിയ ആൾ കളിക്കാൻ വന്ന എൻ്റെ ബോഡിയെ തൊടിയിപ്പിക്കരുത്, മുഖം മൂടിക്കരുത്. ബലമായിട്ട് അവൻ മൂടാൻ ശ്രമിച്ചാൽ അവനെ ഓടിക്കാൻ ഗുണ്ടെ നിർത്തണം. ഗുണ്ടെ നിർത്താൻ വേണ്ടി ഒരു കെട്ട് പൈസ. എനിക്ക് ഒന്നും പാസ്റ്റർക്ക് പോലും അനുഭവമില്ല. ഗുണ്ടയ്ക്ക് പൈസ മേടിച്ചു കാണിക്കോ? കഞ്ഞിക്കുഴിയിലെ പാസ്റ്റർ ഈ ഉപദേശിക്ക് ഗുണ്ടയ്ക്ക് കൊടുക്കാൻ പൈസ കിട്ടി. ഞാൻ പൈസ മേടിച്ചു. ഈ മോൻ വന്നില്ല. ഞാൻ ഒത്തിരി വട്ടം ഈ മോനെ വിളിച്ചു, മോൻ വന്നില്ല. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരുന്നു, വിളിച്ചുകൊണ്ടിരുന്നു, വാ 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 വാ, വന്നില്ല. പല്ല് വിളിച്ചു, വന്നില്ല. കണ്ണിന്റെ കാഴ്ച മൊത്തം പോയി. ഓരോ കാൽപെരുമാറ്റത്തിലും ചോദിച്ചുകൊണ്ടിരുന്നു, മോനാണോ? ഏറ്റവും കൂടി എൻ്റെ മോൻ ചെന്ന് പറഞ്ഞു, അമ്മച്ചിയുടെ മോനാ, പോടാ നീ പ്രിൻസിന്റെ മോൻ. എൻ്റെ മോനെ എനിക്കറിയാം. ആ അമ്മ മരിച്ചു, മോനെ കാണാതെ. ബോഡി എടുത്തു വെച്ചു. ഞാൻ നോക്കുമ്പം മോൻ വരുന്നു. എൻ്റെ പെരുവരലെന്നൊരു പെരുപ്പ്. എൻ്റെ ഭാര്യ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഈ അമ്മയെ നോക്കാത്ത മോനെ ഇന്ന് വഴക്കുണ്ടാക്കി ശുശ്രൂഷ കളഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഈ ചില സമയത്തെ ഇവർ പറയുന്ന കേൾക്കണം കേട്ടോ. ഇവര് പെൺവാക്ക് കേൾക്കുന്ന പെരുവെഴുന്നും പറയില്ല. ഇവർ എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട്. എൻ്റെ ഒരു മനുഷ്യൻ ശരിയല്ലെന്ന് അവൾ പറഞ്ഞ ഒരു 90% സത്യമാണ്. അച്ഛാ അതൊന്ന് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയ 8ന്റെ പണി കിട്ടും. ചില കാര്യം എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ ഇവർ പറയുന്ന സത്യമാണ്. ഒന്നൊന്ന് നോക്കിക്കോണേ. എപ്പോഴും വേണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കേട്ടു, ചിലപ്പോൾ ശരിയാ, എപ്പോഴും വേണ്ട. ഏതായാലും ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്തോ പറയണം? അവള് പറഞ്ഞു, എന്നോട് 1 കൊരിന്ത്യർ ലേഖനം 15 പ്രസംഗിച്ചാൽ മതി. എനിക്കങ്ങ് സങ്കടം വരാൻ പോയി. എന്നിട്ടും ഞാൻ പ്രസംഗിച്ചു. ഞാനന്ന് പ്രസംഗിച്ചത് ഏറ്റവും നല്ലൊരു പ്രസംഗമായിരുന്നു.
ശാന്തമായിട്ട് പ്രസംഗിച്ചു. ഒത്തിരി ഹൈന്ദവർ, ഒത്തിരി മുസ്ലിങ്ങൾ, ഒരു സമ്മിശ്ര സമൂഹം, സമ്മിശ്ര മതത്തിൽപ്പെട്ട ഒരു വലിയ സെക്യുലർ ആൾക്കാർ നിൽക്കും. ഒരു നല്ല സമൂഹമുണ്ട്, നല്ല ശാന്തമായിട്ട് അവരിരുന്നു. ഞാൻ പ്രസംഗിച്ചു തുടങ്ങി. ഞാൻ പ്രസംഗിച്ച വാക്ക് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഓൾ മലയാളീസ് ആർ ഗുഡ് സിംഗേഴ്സ്, ബട്ട് വെൻ ദേ സിംഗ്, ബാത്റൂമിൽ കയറുമ്പോൾ പാടത്തുള്ളൂ. എപ്പോഴാണ് ബാത്റൂമിൽ കയറുമ്പോൾ പാടുന്നേ? ഞെളിഞ്ഞു നിന്ന് പിയേഴ്സ് ഓഫ് പൂക്കളെ തേക്കുമ്പോഴാണ് സാരി ഗമ്മ പദ. അന്നേരം പാട്ട് കേൾക്കണം. എന്ത് തുങ്കപദാപമാർന്ന ശ്രീ ഇങ്ങനെ പ്രാസത്തിൽ പാടും. എപ്പോഴാ? പൂക്കളെ സോപ്പ് തേക്കുമ്പോൾ. പൂക്കളെ സോപ്പ് തേക്കുമ്പോൾ പാട്ട് വരാൻ കാര്യം എന്തോ പൂക്കള്. 9 മാസം ഒരു കേബിൾ വയർ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ കുടിക്കണ്ട, നീ കഴിക്കണ്ട. അമ്മ കുടിച്ചു. ആ കേബിൾ വയറാ എന്ത്? പൂക്കള്. അവിടെ തുടങ്ങി പ്രസംഗിച്ചിട്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞു. എൻ്റെ നാട്ടിലെ ഒരു തമിഴ് സഹോദരൻ്റെ അമ്മ മരിച്ചു. നാഗർകോവിൽ, മാർത്താണ്ഡത്തിനപ്പുറത്ത് നാഗർകോവിൽ. അയാളൊരു മേസ്ത്രിയാ, കോൺട്രാക്ടറാണ്. അദ്ദേഹം അങ്ങ് ഒറ്റ മോനേ ഉള്ളൂ. പുള്ളി അങ്ങ് വിഷമിച്ച്. ഞാൻ പറഞ്ഞു, സഹോദരൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഞാൻ രാത്രി ഈ മനുഷ്യൻ്റെ കൂടെ നാഗർകോവിൽ പോയി. ഞങ്ങൾ രാത്രി 2 മണിയായപ്പോൾ അവിടെ ചെന്ന്. അപ്പോൾ അമ്മ മരിച്ചെന്നും പറഞ്ഞിട്ട് പോവാം. അദ്ദേഹം വളരെ വിഷമിച്ച് ഒരു സുമോയെ ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയി, ഞാനും ഉണ്ട്. അവിടെ അടുത്ത് ചെന്ന് ഇറങ്ങിയപ്പോൾ ഒരുത്തൻ ഓടി വന്നിട്ട് പറയുന്നു, എടാ അമ്മ മരിച്ചിട്ടില്ല, നിന്നെ കാത്തു കിടക്കാം, ഓടിച്ചല്ലേ. മരിച്ചില്ലേ? പടുത വലിച്ചു കെട്ടിയിട്ടുണ്ട്, ആൾക്കാരെ നിപ്പുണ്ട്, ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ചത്തിട്ടില്ല. ചെന്നപ്പോ സത്യം, വെള്ളം വിരിച്ച് കിടക്കുക, ചുറ്റിയിരുന്ന് പാട്ട് പാടുക. സൂക്ഷിച്ച് നോക്കിയാൽ തൊണ്ടക്കുഴിയിൽ അനക്കമുണ്ട്. എൻ്റെ കണ്ണിന് ഞാൻ കാണേണ്ട ഒരു കാഴ്ച. ഈ മോൻ ചെന്നിട്ട് ഈ അമ്മയുടെ അടുത്തിരുന്നിട്ട് അമ്മ ഇങ്ങനെ താങ്ങപ്പിടിച്ച് തലയെടുത്ത് മടിയിലോട്ട് വെച്ചിട്ട് കുറെ ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് ചെവി പറഞ്ഞു, അപ്പനെ കൊണ്ടുപോയി നോക്കിക്കോളാം. എൻ്റെ പൊന്ന് പ്രിയരെ, ഈ തൊണ്ടക്കുഴി അനക്കമായിട്ട് വെള്ളം വിരിച്ചിട്ട് അമ്മ കണ്ണു തുറന്ന് ഈ മോനെ നോക്കി, ഒന്ന് ചിരിച്ചു, 2 തുള്ളി കണ്ണീര് വന്നു, ടക്ക അടച്ചു. ഈ മോനെ ആരെ ഏൽപ്പിക്കാൻ കിടന്ന? അപ്പനെ മോനെ ഏൽപ്പിച്ചിട്ട് പോകാൻ. ഇതുപോലൊരു കാഴ്ചയാണ് എവിടെ കാണുന്നേ? കുരിശില. മോനെ കാത്തു കിടക്ക, അപ്പനെ ഏൽപ്പിക്കാൻ. ഇതെല്ലാം പറഞ്ഞ് അടക്കാൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ അതുവഴി വരികമ്പോൾ റോഡ് ബ്ലോക്കായി. ആ ഭാഗത്തോട് വരുമ്പോൾ അപ്പോൾ ഞാൻ ഓർത്തു, ഒന്ന് എൻ്റെ വണ്ടി ഓടിച്ച സഹോദരനോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ പതുക്കെ വാ, ഞാൻ നോക്കട്ടെ എന്തോ ആക്സിഡന്റ് വല്ലാണ്. ഞാൻ ഇറങ്ങി ചുമ്മാ ഒന്ന് നടന്നു. നല്ല ഭയങ്കര ബ്ലോക്ക്. ഞാൻ നടന്നു വരുമ്പോൾ ഒരാളെന്നെ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചു, എടോ താൻ അവിടെ നിന്നേ. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാവുന്നവരാ, ഈ പറഞ്ഞവരൊരു ഹൈന്ദവ സഹോദരനാ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിൻസേ നീ ഫാസ്റ്റൊക്കെ നിൽക്കുക, അവിടെ നിൽക്കുക, എന്നെ അറിയാവുന്നവരാ. എടോ ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ. എൻ്റെ എടോ എന്തുവായിരുന്നടാ പിന്നെ ഞാനങ്ങ് സങ്കടം. ഞാൻ നിന്നെ ഒന്ന് കാണാതിരിക്കായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? എടാ നിനക്കറിയാം, ഞാനും ഒരു മോനായിരുന്നടാ. ഞാൻ സൗദിയിൽ വന്നപ്പോൾ അമ്മയ്ക്ക് അസുഖം കൂടിയേ. എന്തോ ചെയ്യാൻ, അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോകുന്നു. സൗദി പറഞ്ഞ അവധി തരത്തില്ല, പോയാൽ ജോലി പോകുന്നതാണ്. പോയാൽ പോട്ടെ, ഞാൻ പക്കത്താക്ക എല്ലാം കൂടെ കൊടുത്തിട്ട് ജോലിയും കളഞ്ഞ് വന്ന് അമ്മയെ കണ്ടു. രാത്രി മുഴുവൻ അമ്മയുടെ കൂടെ ഇരുന്ന് വെളുപ്പിനെ അമ്മ അങ്ങ് ചത്തുപോയി. നീ പറഞ്ഞപ്പോൾ തോന്നി എനിക്ക് അങ്ങ് സങ്കടമാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നല്ല കാര്യമല്ലേ? അല്ലടാ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പോഴും എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ജാകാതെ കിടക്കത്തില്ലായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എന്നെ അമ്മ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഇതിനെ ജാകാതെ കിടന്നു. ഇത്രയും ബോധം അവന് ഉണ്ടായില്ല. ഒരു അമ്മയും മോനും എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ച ആരാ? ക്രിസ്തു. തീവ്രവേദനയിലും അമ്മയുടെ കാര്യം. അത് കഴിഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതിൻ്റെ ശേഷം സകലതും തികഞ്ഞു എന്ന യേശു അറിഞ്ഞിട്ട് എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു. എന്നാ അർത്ഥം എന്നറിയാമോ? വെള്ളം ഇറക്കി, ആദ്യം കൊടുത്തിട്ട് കുടിച്ചില്ല, അവസാനം വെള്ളം ഇറക്കി. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ വെള്ളം ഇറങ്ങി ചാണെങ്കിൽ ഇതൊക്കെ ചെയ്താലേ ഒക്കത്തുള്ളൂ. ഒരു ചെറുപ്പക്കാരൻ എന്നെ രാത്രി വിളിച്ചു അവരുടെ വീട്ടിൽ നിന്ന്. എന്നാന്നറിയാമോ? ഒരു കുഴപ്പമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള ചെറുപ്പക്കാരൻ, പട്ടപടാന്ന് സിഗരറ്റ് വലിക്കുക. അവൻ സിഗരറ്റ് വലിക്കത്തില്ല ജീവിതത്തിൽ. സിഗരറ്റ് വലിച്ച് തള്ളി ഉറങ്ങാതിരിക്കുക. ഇവൻ എന്ത് പറ്റി? വട്ടാണോ? ഭ്രാന്താണോ? വാട്ട് ഹാപ്പൻ ചെയ്യും? വീട്ടുകാർ പറഞ്ഞു, പ്രിൻസിപ്പാൾ ഒന്ന് ഒത്തിരി വർഷം മുമ്പ് ഞാൻ ചെന്നു. എന്ത് പറ്റി? കുറെ കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് കാര്യം പറഞ്ഞു. ആ സഹതയൻ അമ്മ കിടപ്പായിരുന്നു. രാത്രി വിളിക്കും, മോനെ. ചെല്ലുമ്പോൾ എന്താ? കാലൊന്നും തിരുമിക്ക്, കാലൊന്ന് നേരെ വെച്ച്, തിരിച്ചൊന്ന് കിടത്തിക്ക്, അങ്ങോട്ടൊന്ന് കിടത്തിക്ക്. ഇത്രയൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് ചൊറിഞ്ഞ് തന്നേ, ഇവിടെ നിന്ന് തൂത്ത് തന്നേ, ഇതൊക്കെ പറയും. തളർന്ന് കിടക്കുക. അപ്പൊ ഇവന് രാവിലെ ജോലിക്ക് പോകണം. ഒരു വട്ടം രാത്രി മോനെന്ന് വിളിച്ചു, പിന്നെ കിടന്ന് ഉറക്കം കല്ലോട്ട് വിളിച്ചപ്പോൾ വീണ്ടും മോനെന്ന് വിളിച്ചു. ഇവൻ പിന്നെ കിടന്നു. ഒരു കാര്യം ഞാൻ പറയുക, ഇനി കുടുംബം വിളിച്ചോണ്ടല്ലോ വിളി കേൾക്കുക, മോനെ. സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക.
ഉറങ്ങാൻ ഒക്കുന്നില്ല. ഈ പലപ്പോഴും ചത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ വന്ന് ജനലിൽ കൂടെ വിളിക്കത്തില്ലേ, ഇങ്ങനെയുള്ളവരാ. തോണ്ടിയൊക്കെ വിളിക്കത്തില്ല, മോനെ വാഴച്ചോട്ടിലൊക്കെ ഇന്ന് വിളിക്കത്തില്ലേ, അത് ഇങ്ങനെ മരിക്കുന്നവരാ. നല്ലവരൊക്കെ പോയാൽ വരത്തേ ഇല്ല. അല്ല തന്നെ ചത്താ വരത്തില്ല, അത് വേറെ കാര്യം. എനിക്ക് ദാഹിക്കുന്നു, കടപ്പാടുകളെല്ലാം തീർത്തു, എന്നിട്ട് പറയാ എനിക്ക് ദാഹിക്കുന്നു. ഉത്തരവാദിത്വം. ഒരമ്മയും മോനും കൂടെ എങ്ങനെ ആയിരിക്കണമെന്ന് ആരാ പഠിപ്പിച്ചേ? യേശു. ഇനി ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്ന് പഠിക്കാൻ യേശുവിനെ നോക്കിയാൽ മതി. അവൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനൊരു ഭർത്താവുണ്ടോ? കാന്തൻ. ഒരു ഭാര്യയുടെ മുഖം പാടിയാൽ ഭർത്താവിന് അറിയണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ എന്താ പറ്റി, ഒന്നുമില്ല. ഇടി എന്തോ പറ്റിയെന്ന്, ഒന്നും ഇല്ലെന്ന്. എന്താ വെച്ചാൽ അങ്ങ് പറ, നിനക്ക് മന്ദം വീർത്തിരിക്കില്ല, അങ്ങ് പറ. ഇത്രയും പറഞ്ഞാൽ പറയാൻ തോന്നുന്നു. എന്നാന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞങ്ങ് പറ അങ്ങ്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ വല്ലതും പറയാൻ തോന്നുന്നു. പറയാൻ വന്നുകൂടെ മറന്നു പോകത്തില്ല. പക്ഷെ എനിക്കറിയാവുന്നൊരു ക്രിസ്തുവുണ്ട്. ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം. മുഖം പാടിയ ആർക്കറിയാം? യേശുവിനറിയാം. നിങ്ങൾക്കറിയാം, എൻ്റെ മുഖം പാടിയ എൻ്റെ യേശുവിനെ അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കൊരു 1000 അനുഭവം ഉണ്ട്, 1000 അനുഭവം. അതിൽ ഏറ്റവും ഒരു നല്ല ഒരു അനുഭവം, ഒരു രാത്രി എന്നെ ഭയം പിടിച്ചു. ഭയം എന്ന ഭൂതം എന്നെ കയറി പിടിച്ചു. അതെല്ലാവരെയും പിടിക്കാം. കാരണം ഏലിയാവ് ഭയങ്കര ലെജൻഡായിരുന്നു. പക്ഷെ വലിയ കാര്യം ചെയ്തിട്ട് അടുത്ത ദിവസം പറയും, ഞാൻ ഇപ്പം ചാകും. എവിടെ പോയി കിടക്കുക? അയങ്ങനക്ക് എന്നാ പറ്റിയേ? സൂയിസൈഡൽ ടെൻഡൻസി. ആർക്ക്? ഏലിയാവൻ. അതല്ലേ പറഞ്ഞു, എന്നെ എടുത്തോണേ, ഞാൻ ഇപ്പം ചാകണേ. ഇത് മനുഷ്യരാണ്, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായില്ലെന്ന് ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അവർ കള്ളം പറയുക. എല്ലാ ഹ്യൂമൻ ബീങ്സും ഇതുപോലൊക്കെ പല ഫേസിൽ കൂടെ കൊണ്ടുവരും. ഒരു രാത്രി ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല. എനിക്കങ്ങനെ ഭയത്തിൽ നിന്ന് എന്നെ അങ്ങനെ മനുഷ്യരെ ഒന്നും ഞാൻ അങ്ങനെ പേടിക്കാറില്ല. പക്ഷെ എന്തോ ഒരു ഭയം കയറി. എന്നാണെന്ന് എനിക്കറിയത്തില്ല, അകാരണമായൊരു ഭയം. പ്രളയം കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി പോയിരിക്കുക. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോയിരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച്, പാസ്റ്റർ ചാക്കോസാം എൻ്റെ കൂടെ വന്നിരിക്കാമോ ചോദിച്ചു. വന്നു. രാത്രി 3 മണി വരെ ഞങ്ങൾ രണ്ടും കൂടെ കണ്ണി നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയത്തില്ല. അദ്ദേഹം വെളുപ്പിനെ പോയി. വെളുപ്പിനെ ആയപ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആയി. കണ്ണിലോട്ടൊന്ന് ഉറക്കം കയറി. നേരം വെളുക്കാറായപ്പോഴൊന്ന് ഉറങ്ങി കണ്ണിലോട്ട് ഉറക്കം കയറിയപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ച ഒരാൾ വീട്ടിൽ കാണാൻ വന്നിരിക്കുന്നു. നേരം വെളുക്കുന്നില്ല. ഞാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ ദൂരെ നിന്ന് വന്നേക്കും. ഞാൻ ചോദിച്ചു, എനിക്ക് അറിയാം, ഇന്നാരല്ലേ? ആണോ? എന്താ വെളുപ്പിനെ? ഒന്നുമില്ല, ഞാൻ ഇതുവഴി ഒന്ന് ഞാൻ വെളുപ്പിനെ പറയാം, ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യനോട് ചോദിക്കുക, പാസ്റ്റർ ഇന്നലെ രാത്രി പേടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ചൊന്നു. എന്താ പറ്റി? അല്ല, ചോദിച്ചതിന് ഉത്തരം പറ. പേടിച്ചോ? 2 നോട്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേടിച്ചു. എന്താ സഹോദര? രാത്രി 2 മണിയായപ്പം കർത്താവിനെ വന്ന് തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ നീ പേടിച്ചിരിക്കുന്നു, നീ വെളുപ്പിനെ ചെന്ന് പറയണം, നീ പേടിക്കേണ്ട, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഒറ്റ മനുഷ്യനറിഞ്ഞില്ല. എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയാവുന്ന ഒരു കാന്തൻ എനിക്കുണ്ട്. എൻ്റെ മുഖം പാടി അറിയാവുന്ന ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്ന് പഠിക്കാൻ ഒറ്റ ആളെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കിയാൽ മതി. പോരെ? യേശുവിനെ നോക്കിയാൽ മതി. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. ഇനി ഒരു അപ്പൻ എങ്ങനെയാണെന്ന് അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. ഒരപ്പൻ എങ്ങനെയാണെന്ന് അറിയാൻ. അതുകൊണ്ടാണ് എഫേസ്യർ എന്ന് പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. പല അപ്പന്മാരും മക്കളെ കോപിപ്പിക്കുന്നവരാ. വെറുതെ ചെന്ന് വഴക്കുണ്ടാക്കും, ടെൻഷൻ അടിപ്പിക്കും, പുറകെ നടക്കും. കുറേ മക്കളുണ്ടായിരുന്നു അപ്പന്. അപ്പൻ്റെ മക്കളെല്ലാം കൂടെ ഒരു രാത്രി അങ്ങ് പോയി. ഒരുത്തൻ പോയി, അവൻ്റെ പുറകെ എല്ലാവരും കൂടെ പോയി. എല്ലാം കൂടെ മീൻ പിടിക്കാനാ പോയെ. എന്നിട്ട് രാത്രി മുഴുവൻ മീൻ പിടിച്ചു. എന്നിട്ട് കിട്ടി ഒത്തിരി. വെളുപ്പിനെ കിട്ടിയോ കൊണ്ട് വന്നു. എന്താ കിട്ടിയേ? ഒന്നും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ബിടെക് പഠിക്കാൻ പോയതാണ്. ആ പാടെ 60 പേപ്പർ. എത്രണ്ണം കിട്ടി? 20, 40 അരിയർ വന്ന് ഇരിക്കുക. അപ്പൻ എന്താ പറയും? അതുപോലെ 3 വന്ന് ഇരിക്കുന്നേ. അപ്പൻ എന്താ പറയും? എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞേനെ. മുടിച്ച് തേച്ച് കഴുകി താണ്ട് വന്നേക്കുന്നു. മോനെ എടീ, നല്ല താറാമട്ട പുഴിയും കൊടുക്ക, കുറയ്ക്കണ്ട, വയസ്സ് ഇത്രയും ആയില്ലേ, പിന്നെ തടി കുറയ്ക്കല്ലേ മോനി, തിന്നടാ, വയസ്സ് ഇത്രയായിട്ട് അപ്പൻ അന്വേഷിച്ച് തരികയല്ലേ, തിന്ന്, അയ്യോ മസിലൊക്കെ കുറയ്ക്കല്ലേ പറയത്തില്ലേ? അല്ല എന്താ പറയും? ഒരൊറ്റ വായ ആ വിറച്ചില് കണ്ട ഉണ്ടല്ലോ,
ഉള്ള ധൈര്യം മുഴുവൻ പോറും. ഈ വിറയ്ക്കുന്ന അപ്പന്മാരാണ് നല്ല ഇല്ലേ, കോപിപ്പിക്കാതെ. പക്ഷെ ഈ അപ്പൻ എന്തോ ചെയ്തേ? ഈ അപ്പം വന്നിട്ട് പറയാ, കുഞ്ഞുങ്ങളെ, എന്താ വിളിച്ചേ? കുഞ്ഞുങ്ങളെ, മൈ ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ പലതുണ്ടോ? ഒന്നുമില്ലെന്ന് അറിയാം, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. താണ്ടി ഇരിപ്പുണ്ട് തീക്കനല് വെച്ച അപ്പവും മീനും കൊണ്ടിരുത്തി തീക്ക ഇരുന്നപ്പോ അവന്റെ ഉള്ളു പൊള്ളി. ചാടിപ്പോയ പത്രോസിനെ ഒരിക്കൽ തീക്ക ഇരുത്തി 3 വട്ടം ചോദിച്ചു, നീ അവൻ്റെ കൂടെ ആയിരുന്നോന്ന്. ആ തീക്ക ഇരുന്നുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് അവനെ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അവനെ കൊണ്ട് വീണ്ടും തീക്ക ഇരുത്തി. ഒറ്റ വഴക്ക് പറയാതെ തീക്ക ഇരുത്തി അവനെ മാനസാന്തരപ്പെടുത്തി. അടിയും പിടിയും പ്രാക്കും അലയില്ലാതെ തീക്ക ഇരുത്തി മാനസാന്തരപ്പെടുത്തിയ ഒരപ്പനുണ്ട്, യേശുവ. വാക്കുകളുടെ വലിയ പ്രഹരവും പ്രകടനവും ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. തോറ്റ് വന്നവനെ തീക്ക ഇരുത്തിയിട്ട് പെതുക്കെ പറഞ്ഞ്, നീ ഇവയിൽ അധികമായിട്ട് എന്നെ എന്ത് ചെയ്യുന്നുണ്ടോ? അവന്റെ ഉള്ളുകാളി ഏറ്റവും ഒടുവിൽ പറഞ്ഞു, നീ അങ്ങ് സകലത അറിയുന്നു. പിന്നെ പത്രോസ് അങ്ങ് നിൽക്കുകയല്ലേ, പത്രോസ് പിന്നെ നിൽക്കുകയല്ലേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ തലമുറയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്ന ഒരൊറ്റ അപ്പനും ഇന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പേരൻറ്റിങ് ഒന്നും നമ്മൾ പഠിച്ചൊന്നും അല്ല ഇത്, എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷേ ഈ തോറ്റു വരുന്നവനെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച് മാനസാന്തരത്തൊന്ന് പെടുത്താൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഒരപ്പനുണ്ട്, ഈശോ. എൻറ്റയർലി ഡിഫറെന്റ് ജനറേഷൻ. നമ്മളാരും കടന്നുപോയ ജനറേഷൻ അല്ല. ഇവരെ ചേർത്ത് പിടിക്കാൻ ഒറ്റയാക്കേ കഴിയത്തുള്ളൂ. ഈ അപ്പനെ നോക്കിയാൽ മതി, ഈ അപ്പനെ നോക്കിയാൽ മതി പോരെ, ഈ അപ്പനെ നോക്കിയാൽ മതി. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഒരപ്പനോട് എങ്ങനെ ആയിരിക്കണം? യേശുവിനെ നോക്കിയാൽ മതി. എങ്ങനെ വേദോസം വായിക്കണം? യേശുവിനെ നോക്കിയാൽ മതി. എങ്ങനെ പ്രാർത്ഥിക്കണം? യേശുവിനെ നോക്കിയാൽ മതി. തോറ്റു വരുന്നവനെ, ഉടഞ്ഞു പോയവനെ എങ്ങനെ ചേർത്ത് പിടിക്കണം? യേശുവിനെ നോക്കിയാൽ മതി. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് എങ്ങനെ ആകണം? യേശുവിനെ നോക്കിയാൽ മതി. കണ്ണടച്ച് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കി. എൻ്റെ ഉള്ളം ശുഭവചനത്താൽ നിറയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. യേശുവിനെ നോക്കിക്കേ. യേശുവിനെ നോക്കി. എല്ലാവരും നോക്കിക്കേ. എല്ലാവരോടും ഞാൻ പറയുന്നില്ല, പ്രായമുള്ളവരെല്ലാം അവിടെ ഇരുന്നു. മുട്ട നിൽക്കാൻ ഒക്കുന്നവരുണ്ടെങ്കിൽ മുഴങ്കാലം തന്നെ. കുഞ്ഞുങ്ങൾ വേണ്ട, പ്രായമുള്ളവർ വേണ്ട, കുഞ്ഞുങ്ങളെങ്കിലും ചെറുപ്പക്കാരെങ്കിലും. പ്രായമുള്ളവരെല്ലാം കസേരയിരുന്നു. പ്രയാസമുള്ളവരെന്നും പിന്നെ പിടിച്ചെഴുന്നേപ്പിക്കാനൊക്കെ പാടാ, അവിടെ ഇരുന്നു. അല്ലാത്തവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ മുമ്പിലോട്ട് വന്നിരുന്നേ. മക്കളെ മുമ്പിൽ വന്നേ. ആ സ്റ്റാൻഡ് ഒന്ന് മാറ്റിക്കൊടുത്തേ ദിവാസനെ. ആ സ്റ്റാൻഡ് ഒന്ന് മാറ്റിക്കൊടുത്തു. എൻ്റെ മക്കൾ മുമ്പോട്ട് വന്നേ. കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ മുമ്പിൽ വന്നേ. ഒരപ്പനോട് വേദോസം വായിക്കണമെന്ന് ആരാ പഠിപ്പിക്കുന്നേ? വേദോസം വായിക്കാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ. പ്രാർത്ഥിക്കാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ. പപ്പയോടും മമ്മിയോടും എങ്ങനെ ഇടപെടണം ഇങ്ങനെ നോക്കാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ. യേശുവിനെ. കർത്താവേ, നിന്റെ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിന്റെ രൂപം എനിക്കെല്ലായ്പ്പോഴും. അന്ന് എടുത്താൽ മതി. എല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ, നിൻ രൂപമേനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. അരക്കാശിലും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. അരക്കാശിലും
തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലാവർക്കും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കാവല്ലോ. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കാവല്ലോ. സാധുക്കൾക്കു ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. ദുഷ്ടന്മാരെ രക്ഷിപ്പാനും ദോഷക്കൂടാക്കിയാലും ദുഷ്ടന്മാരെ രക്ഷിപ്പാനും ദോഷം കൂടാക്കിയാലും രക്ഷിതാവാ ദൈവം ചങ്കിൽ ചോര ഗദശമനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ. ചങ്കിൽ ചോര ഗദശമനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ. തുള്ളി ദൈവത്തോളം തുള്ളി ദൈവത്തോളം പോയി. യഹൂദർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലോ തോട്ടും. യഹൂദർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലോ തോട്ടും. ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ
ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാണെ കൈകാലിൽ ആണിയേറ്റു കരയും നേരം കൈകാലിൽ ആണിയേറ്റു കരയും നേരം നിന്റെ തിരമാലകളിൽ ചിന്തല്ലാതെ രക്ഷിച്ചു നീ നരകത്തിന്റെ തിരമാലകളിൽ രക്ഷിച്ചു നീ മൂന്നാം നാളിൽ കല്ലറയിൽ ധാനം ചെയ്ത മൂന്നാം നാളിൽ കല്ലറയിൽ നിന്നു ധാനം ചെയ്ത മരണത്തിന്റെ പരിതാപങ്ങൾ എന്നേക്കും നീങ്ങിപ്പോയി മരണത്തിന്റെ പരിണാമങ്ങൾ എന്നേക്കും നീങ്ങിപ്പോയി പ്രിയ ശിഷ്യ സ്വർഗത്തില പ്രിയ ശിഷ്യ മധ്യത്തിൽ നീ ഉയർത്തുനി സ്വർഗത്തില ശീഘ്രം വാരാമെന്നല്ലോ നീ കേലീലരോ ഉറച്ചത് ശീഘ്രം വാരാമെന്നല്ലോ നീ കേലീലരോ ഉറച്ചത് തേജസ്സിന്റെ കർത്താവേ പ്രാണപ്രിയ സർവസ്വമേ തേജസ്സിന്റെ കർത്താവേ പ്രാണപ്രിയ സർവസ്വമേ സങ്കേതമേ വീണ്ടും വേഗം വന്നിടണേ എലീയരിൻ സങ്കേതമേ വേഗം വന്നിടണേ കർത്താവേ രൂപം മേരി എല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ രൂപമേരി എല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ രൂപം സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ രൂപം വേറെ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ സഹോദരന്മാരെയും സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ ബന്ധങ്ങളിലേക്കെല്ലാം യേശുവിനെ ക്ഷണിച്ചു. പേരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലേക്ക്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിലേക്ക്, വിശ്വാസികളും ദൈവദാസനും തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക്,
അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിലേക്ക്, തോറ്റുവരുന്ന കുഞ്ഞുങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിലേക്ക്, അകന്നു പോയിടത്തേക്കെല്ലാം യേശുവിനെ ക്ഷണിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടുന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? അവിടുന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? അവിടുന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? യേശു, യേശു രാത്രി ആ ക്രൂശിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സ്നേഹം ഉണരും. ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയും. നമ്മുടെ കഠിന ഹൃദയങ്ങളിൽ മാംസളമായി മാറും. ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ഈ 20-ാമത്തെ രാത്രി, പിതാവേ, 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 യേശുവിനെ നോക്കുന്നു. കരുണ കാണിച്ചോണേ. അങ്ങേ നോക്കി ജീവിപ്പാൻ, അങ്ങേ ശ്രദ്ധിച്ചു നോക്കി ജീവിപ്പാൻ, അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കാൻ, ഓരോ ബന്ധങ്ങളും അങ്ങായിരുന്നെങ്കിൽ എങ്ങനെ ആകുമായിരുന്നു എന്നുള്ള ചിന്തയിൽ കാര്യങ്ങളെ ക്രമപ്പെടുത്താൻ, അങ്ങായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ. അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക.